ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ
കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം. മുല്ലോർലിത്തേവരേ ശരണം. സർവേശ്വര മംഗലത്തപ്പ ശരണം. തലയാക്കുളത്തമ്മേ ശരണം. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ജാനകീ ജീവനസ്മരണം. ഹര നമ പാർവതീപതയേ. ഗോപികാ ജീവനസ്മരണം. ആഞ്ജനേയ സ്വാമിക്ക് ജയ് ജയ് ശ്രീ രാധേശ്യാം. രാധേശ്യാം എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ നമസ്കരിക്കുകയാണ്. ഗുരുവായൂരപ്പ നാരായണ നാരായണ നാരായണ.
എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ നമസ്കരിക്കുകയാണ്. ഭഗവാന്റെ അപാരമായിട്ടുള്ള കൃപാകടാക്ഷം കൊണ്ട് നമുക്ക് ഈ രാമായണ സമർപ്പണ സമയം അടുത്തു വരികയാണ്. നാളെത്തോടുകൂടി നമ്മളിതാ പട്ടാഭിഷേകം വായിച്ച് ഇവിടെ സമർപ്പിക്കുന്നു. അതിനുശേഷം മറ്റന്നാൾ നമ്മൾ സമ്പൂർണ്ണമായിട്ട് ആ പട്ടാഭിഷേകം വരെയുള്ള രാമായണം പൂർണ്ണമായിട്ട് വായിച്ചു എന്ന് പറയാൻ പറ്റില്ല. പട്ടാഭിഷേകം വരെയുള്ള ഭാഗങ്ങൾ സമർപ്പിക്കുകയാണ്. ശേഷം ഉത്തരരാമായണം ഉണ്ട്. അപ്പോൾ ആ ഉത്തരരാമായണം നമുക്ക് പാരായണം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് യാതൊരു മടിയില്ല എന്നൊന്നും കൂടെ പറയട്ടെ. ആർക്കെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഒന്നിലോ ഈ ക്ഷേത്രത്തിൽ വെച്ചിട്ട് തന്നെയാവാം, അല്ലെങ്കിൽ അവിടെ നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആവാം. നമുക്ക് അത് പൂർണ്ണമായിട്ട് വായിച്ച് സമർപ്പിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ആ ഭഗവാന്റെ ഇച്ഛ പോലെ വരട്ടെ. പിന്നെ സെപ്റ്റംബർ 12 നമ്മുടെ വീട്ടിൽ വച്ചിട്ട് വരാത്തവരാരെങ്കിലും എല്ലാവരും നല്ല ഉണ്ടായവർ തന്നെയാണ് അല്ലേ. സെപ്റ്റംബർ 12 നമ്മുടെ വീട്ടിൽ വച്ചിട്ട് അതെയോ? അപ്പോൾ അവർ വന്നിട്ട് ഒന്നും കൂടെ പറയാം. അല്ല, അവരടുത്തുള്ളവരാണല്ലോ. അപ്പോൾ വേണമെങ്കിൽ അപ്പം അങ്ങനെ ആ സെപ്റ്റംബർ 12 വീട്ടിൽ വച്ചിട്ട് സമ്പൂർണ്ണ രാമായണ പാരായണം ഉണ്ട്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ. അപ്പോൾ കഴിയുന്നത് പോലെയൊക്കെ പങ്കെടുക്കുക. എപ്പോഴൊക്കെയാണ് വരാൻ പറ്റണമെന്ന് വെച്ചാൽ എല്ലാവരും വരിക. അവിടെ രാവിലത്തെ ഭക്ഷണവും ഉച്ചക്കലത്തെ ഭക്ഷണവും വൈകുന്നേരം ചായയൊക്കെ ഉണ്ടാവും. നമ്മളതിനുള്ള ഏർപ്പാട് നമ്മളൊക്കെ തന്നെയോ ചിലപ്പോൾ ഉണ്ടാക്കി കഴിക്കുന്നുണ്ടാവുക. അതിനുള്ള ഏർപ്പാട് നമ്മൾ ചെയ്യാം. അപ്പോൾ പാരായണം ചെയ്യുന്നത് അത് അങ്ങനെ 2-3 പേര് വരാം എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് സ്പീഡിൽ വായിക്കാനും നന്നായി വായിക്കാനൊക്കെ അറിയണവർ വരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ അത് വരും. അപ്പോൾ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാവണം എന്ന് ഞാൻ നിങ്ങളുടെയൊക്കെ പാദത്തിൽ വീണ് അപേക്ഷിക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടിയും പറയാനുള്ളത് നമ്മുടെ ഇവിടുത്തെ പ്രദക്ഷിണ വഴിയുടെ കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ട സഹായം നമ്മൾ ഒക്കെ കൂടി തന്നെയാണ് അത് ചെയ്യേണ്ടത്. നമ്മുടെ ഗൃഹത്തിലൊരു കാര്യം ഉണ്ടാവണ പോലെ തന്നെ നമ്മുടെ ഭഗവാന്റെ നമ്മളാൽ കഴിയുന്നത് എന്താണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് ഭഗവാന് സമർപ്പിക്കുക. അപ്പോൾ ഒരു കല്ലിന് 3000 രൂപ എന്ന് പറയുമ്പോൾ വലിയ എന്നൊന്നും വിചാരിക്കേണ്ട. അത് അന്ന് 5 അടിയോ 6 അടിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു ആ ഒരു കല്ല്. അതല്ലെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റിന് 500 രൂപ എന്നുള്ള നിലയ്ക്കാണ് അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുവരെയായിട്ടും അങ്ങനെ ഒരു കല്ലിനുള്ള പൈസ പോലും നമ്മുടെ അടുത്ത് എത്തിയിട്ടില്ല അതുവരെ. അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ അത് നമ്മളെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് നമുക്ക് അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് എന്തെങ്കിലും കാരണങ്ങളെ കൊണ്ട് നമുക്ക് ആ ഭഗവാന് സമർപ്പിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായാൽ മതി. എൻ്റെ കയ്യിൽ ധനം ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കും എന്നുള്ള ആഗ്രഹം ഉണ്ടായാൽ മതി. അപ്പോൾ ആ ആഗ്രഹം സഫലാക്കൽ ഭഗവാൻ തന്നെയാണ്. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് എല്ലായിടത്ത് കൊടുക്കണേ. നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കാനൊന്നുമില്ല. പണ്ട് ഞാൻ പറയാറുള്ള പോലെ ശബരിമലയ്ക്ക് പോണ സമയത്ത് നമ്മുടെ അച്ഛനൊക്കെ പോകുമ്പോൾ അച്ഛൻ നമ്മുടെ കയ്യിലൊക്കെ 10 രൂപ എടുത്ത് തന്നിട്ട് നമ്മളോട് പറയും ഇത് വെച്ച് നമസ്കരിക്കണമെന്ന്. ആരാ തന്നെ? അച്ഛനാ തന്നെ, നമ്മളല്ല. അതുപോലെ തന്നെ ഇത് ഭഗവാൻ തരണതാ നമ്മുടെ കയ്യിലുള്ളൂ, അല്ലാണ്ട് ഒന്നുമില്ല. അത് ഭഗവാന്റെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രേരിപ്പിക്കുക. അതെന്തിനാണ് നമ്മൾ ചെയ്യണേ? നമ്മുടെ കർമ്മപ്രാരാബ്ധങ്ങളൊക്കെ ഇല്ലാണ്ടാവാൻ. അത് ഞാൻ ചെയ്യണമെന്നുള്ള ഭാവത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യണമെന്നുള്ള ഭാവത്തിൽ കൊടുക്കുമ്പോൾ എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇത്ര ഇത്ര കൊടുക്കണ്ടേ, നമുക്ക് അങ്ങനെ സംശയം ഉണ്ടാവും. കൊടുത്തത് അത്രയൊന്നും കൊടുക്കണ്ടെന്നില്ല, ഞാൻ അങ്ങനെ നമുക്ക് ആ കൊടുത്തതിനെ പറ്റിയിട്ടൊരു ക്രിട്ടിസൈസ് നമ്മുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ അത് നമ്മളായിട്ട് ചെയ്യണില്ല. അപ്പോൾ എന്തുണ്ടെങ്കിലും അത് ആ ഈശ്വരനാണ് നമ്മളെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കേണ്ടത്. അപ്പം നമ്മുടെ കയ്യിൽ അതിനുള്ള ധനം വന്ന് ചേർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈശ്വരൻ തന്നത് തന്നെയാണ്. അപ്പോൾ അത് ഈശ്വരന് സമർപ്പിക്കുമ്പോൾ ഭഗവാൻ തന്നത് തന്നെയാണ് സമർപ്പിക്കുന്നത്. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമ്മുടെയൊക്കെ ആ ദാനധർമ്മങ്ങളിലൂടെ കർമ്മപ്രാരാബ്ധമൊക്കെ ഇല്ലാണ്ടാവും എന്നാണ് പറയുക. അപ്പം നമ്മുടെയൊക്കെ കർമ്മപ്രാരാബ്ധങ്ങൾ ഇല്ലാണ്ടാവാൻ, നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഇല്ലാണ്ടാവാൻ, നമ്മുടെ ദാരിദ്ര്യ ദുഃഖമൊക്കെ ഇല്ലാണ്ടാവാൻ
ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ, എന്താണോ ഭഗവാന് സമർപ്പിക്കണേ അതാണ് പ്രസാദമായിട്ട് തരിക അല്ലേ. പുഷ്പാഞ്ജലിയിൽ നമ്മൾ അവിടെ പേരുന്ന ആളൊക്കെ പറഞ്ഞ് പുഷ്പാഞ്ജലി കഴിപ്പിക്കുക എന്ന് പറയുമ്പോൾ ആ അർച്ചന ചെയ്തിട്ട് പുഷ്പം അവിടെ സമർപ്പിച്ചാൽ അർച്ചന ചെയ്തിട്ട് പുഷ്പം തന്നെ ഇങ്ങോട്ട് തരണം. അപ്പോൾ നമ്മളിത് ആ പായസത്തിന് കൊടുത്താൽ അത് അവിടെ നിവേദിച്ചിട്ട് പായസം നമുക്ക് തരുന്നു. ത്രിമധുരത്തിന് കൊടുത്താൽ ത്രിമധുരം തിരിച്ചു തരുന്നു. വെണ്ണയാണ് നൈവേദ്യമായിട്ട് കൊടുക്കാൻ വെച്ചാൽ ആ വെണ്ണ പ്രസാദമായിട്ട് നമുക്ക് തരണം. അപ്പോൾ എന്താണോ തരണത് അത് തന്നെയാണ് നമുക്ക് പ്രസാദമായിട്ട് തരിക. നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ളേക്കാളും പരിശുദ്ധമായിട്ട് പവിത്രമായിട്ടാണ് നമുക്ക് തിരിച്ചു കിട്ടുക. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ദ്രവ്യം നമ്മൾ ഭഗവാന് സമർപ്പിക്കുമ്പോൾ ആ ദ്രവ്യത്തിൻ്റെ ഒരംശം നമ്മൾ ഭഗവാന് സമർപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ കർമ്മപ്രാരാബ്ധങ്ങൾ ഇല്ലാണ്ടാവുക എന്നല്ല, പിന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്ന ദ്രവ്യം പവിത്രമായിരിക്കും. അല്ലാണ്ട് നമ്മൾ ചിലവാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പല വിധത്തിലുള്ള ദോഷങ്ങൾ വന്ന് പെടാനായിട്ട് ഇടയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് സാധിക്കണത് എത്രയാണെന്നുള്ളത് ഭഗവാനും അറിയാം, നമുക്കും അറിയാം, വേറൊരാൾക്കും അറിയില്ല അല്ലേ. എൻ്റെ കയ്യിൽ എത്ര ഉണ്ടാവുമെന്ന് എനിക്കും അറിയാം, ഗുരുവായൂരപ്പനും അറിയാം, മുല്ലോർലിത്തേവർക്കും അറിയാം. അപ്പോൾ അത് മാത്രമാണ് നമുക്ക് അറിയണത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ പറ്റണമെന്ന് വെച്ചാൽ നമ്മളത് ചെയ്യുക, ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ സാധിക്കട്ടെ. ഇവിടെയുള്ളവരോട് പറയണ ഈ കാര്യങ്ങൾ കേട്ടിട്ട് നമ്മുടെ പ്രേമ പുഷ്പാഞ്ജലി എന്നുള്ള ഒരു പൈസ അയച്ചു തന്നിട്ടുണ്ട്. ഇത് അവിടെ പ്രദക്ഷിണ വഴിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് 1-2 പേര് അവരുടെ കയ്യിൽ ഉള്ളതിനനുസരിച്ചിട്ട് അവരയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയണത് എന്താണെന്ന് വിചാരിച്ചാൽ ആ ജീവൻ്റെയൊക്കെ ഒരു നിയോഗമാണ് എവിടെയോ ഇരിക്കുന്നവരെ അനുഗ്രഹിക്കാനായിട്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞില്ലേ, അവരുടെ പൂജാമുറിയിലിരുന്ന് ഇവിടെ ഇരുന്ന് നാമം ജപിക്കേണ്ടതായിട്ട് സങ്കല്പിച്ച് നാമം ജപിച്ചപ്പോൾ ഇവിടെ പെയ്ത മഴയുടെ തണുപ്പ് അവിടെ അനുഭവമായെന്ന് പറഞ്ഞില്ലേ. അതൊക്കെ നമ്മളിലേക്ക് എത്തിക്കണത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കല്ലെങ്കിലും അങ്ങനെയാണ്. നമുക്ക് ആ മഹത്വം മനസ്സിലാവില്ല. നമ്മുടെ കൂടെയുള്ള ഇരിക്കുന്ന ഒരാളുടെ മഹത്വം നമുക്ക് അറിയില്ല, നമ്മളുടെ ഒരാളായിട്ടാണ്. അത് ഭാഗവതം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. എന്താ ശ്രീകൃഷ്ണ ഭഗവാൻ പാണ്ഡവന്മാരുടെ കൂടെ നിന്നപ്പോൾ മനസ്സിലായില്ലേ, ഭഗവാന്റെ അഭാവത്തിലാണ് ഭഗവാന്റെ മഹത്വം മനസ്സിലാവേണ്ടത്. അതുവരെ കൂട്ടുകാരനാണ്, അതുപോലെ അച്ചോളുടെ മോനാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് പലതും വിചാരിച്ചിട്ട് ഇരുന്ന് അവർ ഓരോ ബന്ധുക്കൾ, എൻ്റെ സഖാവാണ്, എൻ്റെ ചങ്ങാതിയാണ്, എൻ്റെ അനിയനാണ്, എൻ്റെ ചേട്ടനാണ് എന്ന് പറഞ്ഞിട്ട് എന്തിനു പറയണു, പാർത്ഥൻ തൻ്റെ തേരാളി വരെ ആക്കി വെച്ചു ആ ഭഗവാനെ അല്ലേ. എല്ലാവരെയും നയിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. പക്ഷേ ആ ഒരു ഭാവത്തിലല്ല തേരാളിയാക്കിയത്. ആ ഒരു ഭാവത്തിലാണെങ്കിൽ ഭഗവാൻ നമ്മളെ നയിക്കണു, പിന്നെ നമുക്ക് യാതൊരു ചുതി ഉണ്ടാവില്ല എന്ന് അവിടെ ഭയപ്പെട്ടിരിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെ നയിക്കേണ്ട ഈശ്വരനാണ്. എന്തു വന്നാലും ഈശ്വരൻ്റെ ഹിതം പോലെയാണ്, ഈശ്വര സങ്കല്പം കൊണ്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എവിടെയും തളർച്ച ഉണ്ടാവില്ല എന്നുള്ള ഒരു ബോധം ഈ ഗീത ഉപദേശിക്കണേക്കാളും മുമ്പ് തന്നെ അർജുനനുണ്ടാവാമായിരുന്നു. പക്ഷേ ഞാൻ വില്ലാളി വീരനാണ്, ഞാൻ അർജുനനാണ്, ഞാൻ വലിയ യോദ്ധാവാണ് എന്ന് പറഞ്ഞ ഭാവത്തിൽ തൻ്റെ തേരിനെ തെളിക്കാൻ മാത്രമുള്ള ഒരാളായിട്ട് ഭഗവാനെ കണ്ടു. ഭഗവാന്റെ മഹത്വം അറിയാണ്ട് ഭഗവാനോട് പെരുമാറി എന്നുള്ളത്. എന്നിട്ട് പോലും ഭഗവാന്റെ കാരുണ്യം ഓരോരോ ഘട്ടത്തിലും ഭഗവാൻ അത് ആശ്രയിച്ചവരെ രക്ഷിച്ചു കൊണ്ടിരുന്നു. അതാണ് ഭഗവാന്റെ കാരുണ്യം. അതുപോലെ നമുക്ക് നമ്മുടെ ആ ഭഗവാന്റെ ഇവിടുത്തെ എത്ര നമ്മൾ പറയണു പരിപൂർണതമാണ്, ഗുരുവായൂരപ്പൻ്റെ അതേ ചൈതന്യം തന്നെയാണെന്ന് പറഞ്ഞാലും നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. രണ്ടും ഇങ്ങനെ ഒന്നാവുക, അവിടെ അങ്ങനെയല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ അന്ന് പ്രശ്നം വച്ചപ്പോൾ പറഞ്ഞു, കാലക്രമേണ ഇവിടെയും അതുപോലെ പ്രസിദ്ധമായിട്ട് തീരാൻ പോണ ഒരു ക്ഷേത്രമാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മുടെ ഉള്ളിൽ അത് പറഞ്ഞ എപ്പോഴാണോ അത് കേട്ട നിമിഷം മുതൽ നമ്മളതിൻ്റെ ഒരു പവിത്രത മനസ്സിലാക്കണം. ഭഗവാന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴായാലും, ഭഗവാനെ കാണുമ്പോഴായാലും, ഭഗവാനോട് സംവദിക്കുമ്പോഴൊക്കെ ആയാലും ആ ഒരു മഹത്വം മനസ്സിലാക്കണം. അപ്പോൾ അതിനൊരു ആവാനായിട്ട് ഭഗവാൻ നമ്മളിവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ്? നമ്മുടെ മഹത്വം കൊണ്ടൊന്നുമല്ല, നമ്മളോടുള്ള കാരുണ്യം കൊണ്ടാണ്. നമ്മുടെ കർമ്മപ്രാരാബ്ധങ്ങളെ നീക്കാനാണ്, നമ്മുടെ ദാരിദ്ര്യ ദുഃഖങ്ങളെ ഇല്ലാണ്ടാക്കാനാണ്, നമ്മുടെ കടബാധ്യതകളൊക്കെ ഇല്ലാണ്ടാക്കുക. അങ്ങനെ പല വിധത്തിൽ നമ്മളെ സംരക്ഷിക്കാനാണ് ഭഗവാൻ അത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് സമർപ്പിക്കുമ്പോഴും, അത് ഈ ക്ഷേത്രത്തിലെന്നല്ല, ഏത് ക്ഷേത്രത്തിൽ എവിടെയായാലും എന്ത് സമർപ്പിക്കുമ്പോഴും
അത് അങ്ങനെ സമർപ്പിക്കണം. അപ്പോൾ ഈ കാരുണ്യമൊക്കെ എവിടുന്നാ വരിക ഒന്നും അറിയില്ല. നമ്മളെല്ലാവരും പോയ ക്ഷേത്രമാണ് കുറൂര് അമ്മയുടെ ക്ഷേത്രം. നമ്മളെല്ലാവരും ഇവിടുന്ന് വണ്ടി വിളിച്ച് ആരൊക്കെയാണ് വന്നേരുന്നതെന്ന് അറിയില്ല. ഒരുവിധ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. കുറൂരമ്മയുടെ ക്ഷേത്രത്തിൽ ഒരു തവണ പ്രഭാഷണം ഉണ്ടായപ്പോൾ എല്ലാവർക്കും വരണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു വലിയ വണ്ടി വിളിച്ചിട്ടൊക്കെ പോയി. അന്ന് ഒരു 10, 12, 15 പേര് 17 പേരോളം ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ ആ അമ്പലത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞതാണ്. ആ അമ്പലം കാട് മൂടിക്കിടന്നൊരു അവിടെ ഇപ്പം നമ്മുടെ ഈ ഒരു അമ്പലം എന്ന് പറഞ്ഞാൽ ഇത് പുരാതന കാലത്ത് ഇവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു. ഈ ക്ഷേത്രത്തിനെ കൊണ്ട് നടത്തിയിരുന്നുണ്ടായിരുന്നു. പിന്നീട് അതിന് ശേഷമാണ് ഈ ക്ഷേത്രം ഇങ്ങനെ ആരും ഇല്ലാണ്ട് മുടിഞ്ഞ് കിടന്നത്. മറ്റേതെന്ന് പറഞ്ഞാൽ ക്ഷേത്രമേ ഉണ്ടായില്ലേ, വെറും ഒരു പറമ്പ് മാത്രമായിരുന്നു അവിടെ. അത് കാട് പിടിച്ച് കിടക്കണ ആ പറമ്പിലേക്ക് ഒരു മനുഷ്യനും കടക്കില്ലായിരുന്നു. ഇടയ്ക്കൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ തളയുടെ കിലുക്കം, ഓടക്കുഴലിൻ്റെ ഒച്ചയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നല്ലതൊന്നും വിചാരിക്കില്ല. യക്ഷിയും ഗന്ധർവനൊക്കെയാണ്, എന്തോ ബാധയുള്ള പ്രദേശമാണ് എന്നൊക്കെയായിരുന്നു. അപ്പോൾ ആ ബാധയുള്ള പ്രദേശത്തേക്ക് ആരും പോകുമായിരുന്നുകൊണ്ട് ഒരാൾ പോവില്ല, അതിൻ്റെ ഉള്ളിലേക്ക് ഒറ്റയാളും അതിൽ പോയിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ അടുത്ത് ഒരു ശിവക്ഷേത്രത്തിൽ, വെങ്ങലശ്ശേരി അടുത്ത് അവിടെ ഒരു ശിവക്ഷേത്രത്തിൽ ഭഗവാന്റെ പ്രശ്നം വയ്ക്കുന്ന സമയത്ത് അവിടെ പ്രശ്നം വയ്ക്കുകയുണ്ടായി. അവിടെ പ്രശ്നം വച്ചപ്പോൾ അവിടെയാണ് പറഞ്ഞത്, ഇങ്ങനെ ഒരു ശ്രീകൃഷ്ണ ചൈതന്യമുള്ളൊരു ഭൂമി ഇവിടെ ഉണ്ട്, ആ ഭൂമിക്ക് വേണ്ടതുപോലെ ചെയ്യണം എന്ന് അവിടെ പ്രശ്നം വെച്ചപ്പോൾ അറിയാം. ഈ ഭാഗത്തൊന്നുമല്ല, കുറച്ച് ദൂരെയായിട്ട്. അതെവിടെയാണ് എങ്ങനെയാണ് എന്നൊക്കെ അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ഭൂമി കിടക്കണ കാര്യം ഓരോരുത്തരുടെ ശ്രദ്ധയിൽ പെട്ടത്. അപ്പോൾ ഈ പ്രശ്നം വയ്ക്കണേക്കാളും അതിൻ്റെ തൊട്ട് തന്നെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ള അവിടെയുള്ളവർ അവിടെ ചെന്നപ്പോൾ പറഞ്ഞിട്ടുള്ള തൊട്ട് തന്നെ ഒരു ക്രിസ്ത്യാനിയായിട്ടുള്ള ഒരാൾ അതിൻ്റെ തൊട്ടുള്ള സ്ഥലം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവർ വീട് വയ്ക്കാനായിട്ട് അവിടെ ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്തോ പണിയെടുക്കേണ്ട കാര്യത്തിന് മണ്ണിൻ്റെ ആവശ്യം വന്നപ്പോൾ കുറച്ച് മണ്ണ് ഇവിടുന്ന് എടുത്തു. ഈ പറമ്പിൽ നിന്ന് കുറച്ച് മണ്ണ് എടുത്തിട്ട് ഇട്ടു. അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിലൊരു കുട്ടി തോർത്തും മുണ്ടൊക്കെ ചുറ്റിയിട്ട് നല്ല ഭംഗിയുള്ളൊരു കുട്ടി. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ആ ജീവൻ്റെ ഒരു ഇത് ആലോചിച്ച് നോക്കൂ. ഭഗവാൻ സ്വപ്നത്തിൽ വരിക എന്ന് പറഞ്ഞാൽ ഭഗവാനെ പറ്റിയിട്ട് ചിന്തിക്കുക, നാമം ജപിക്കുക ഒന്നും ചെയ്തില്ല. ആ ഭൂമിയിലേക്കൊന്ന് കടന്ന് ആ ഭൂമിയിലൊന്ന് ചവിട്ടി അതിൽ നിന്ന് ഇത്തിരി മണ്ണ് തൊട്ടു. ആ ഒരു പവിത്രത കൊണ്ട് ആ ഭഗവാന്റെ സ്വപ്ന ദർശനം സാധ്യമായി. ഈ കുട്ടി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ആ മണ്ണ് അവിടെ ഇട്ടേക്കോ കേട്ടോ, അത് വേണ്ട, അതെടുക്കണ്ട, അതിങ്ങനെ തിരിച്ചിട്ടേക്കോ എന്ന് പറഞ്ഞാൽ. പക്ഷെ അതെന്തോ ഒരു സ്വപ്നം എന്ന് വിചാരിച്ച് അദ്ദേഹം നോക്കിയില്ല. പിന്നീട് ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയണ കേട്ടപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെന്നിട്ട് അവിടെ വച്ചിട്ട് പിന്നെ പ്രശ്നമൊക്കെ വെച്ച് നോക്കിയപ്പോൾ അത് തന്നെയാണ് ആ ഭൂമിയിൽ നിന്ന് തെളിഞ്ഞു. അപ്പോൾ തൽക്കാലം അവിടെ എന്തോ പൂജയൊക്കെ കഴിച്ച് ചെയ്തു. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു ക്ഷേത്രം പണിയണം എന്നാണ് ഈശ്വരൻ്റെ ആഗ്രഹം എന്ന്. ക്ഷേത്രം പണിയാനായിട്ട് ആദ്യം വേണ്ടത്, ബാക്കിയൊക്കെ പോട്ടെ, പൈസ ഇല്ലാണ്ടൊരു കാര്യം നടക്കില്ല, ലക്ഷ്മി ഉണ്ടാവണം. അപ്പോൾ അതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം ഉണ്ടായാൽ മാത്രം മതി, ബാക്കിയൊക്കെ തന്നെത്താനെ വന്നോളും എന്ന് പറഞ്ഞു. അപ്പോൾ നാട്ടുകാർ എല്ലാവരും കൂടിയിട്ട് വീട്ടിലെ പണിയൊക്കെ വേഗം തീർത്തിട്ട് അവരത് ആ കാടൊക്കെ വെട്ടി തെളിച്ച് വൃത്തിയാക്കി അവിടെയൊക്കെ ആക്കി. അങ്ങനെ ഓരോരുത്തർ അവരവരുടെ ഇപ്പോൾ ഓരോ ജോലികൾ ചെയ്യണവരൊക്കെ കൂടിയിട്ട്, ഇപ്പോൾ ആശാരിപ്പണി ചെയ്യണവരാണെങ്കിൽ അങ്ങനെ, കല്ല് വെട്ട് ചെയ്യണവർ, അങ്ങനെയുള്ളവരൊക്കെ സഹകരിച്ചിട്ട് അവരുടെ കൂലിയൊക്കെ ഉപേക്ഷിച്ചിട്ട് അവർ ആ ക്ഷേത്രത്തിന് വേണ്ടി പണി ചെയ്തിട്ട് തറപ്പണി വരെ എത്തി എന്ന് പറയാം. അത് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ കല്ല് ഇറക്കണം, സിമൻ്റ് ഇറക്കണം, സാധനങ്ങൾ വേണം. ഇത് കെട്ടിപ്പൊക്കാനുള്ള സാധനങ്ങൾ വേണമെങ്കിൽ അത് വാങ്ങാൻ ദ്രവ്യം വേണം. അതിന് പൈസ ഇല്ലാണ്ട് ഇരിക്കുകയാണ് സമയത്ത് ഗുരുവായൂർക്ക് ഇറങ്ങി പുറപ്പെട്ട ഒരു ഫാമിലി വഴി തെറ്റിയിട്ട് അവിടെ എത്തുകയാണ് ഉണ്ടാവുന്നത്. അത് അത്ഭുതം ആലോചിച്ച് നോക്കുക. അതൊരമ്മ, ആ അമ്മ കോയമ്പത്തൂരാണ്. അപ്പോൾ ആ അമ്മയ്ക്ക് അവർ എന്തോ ബിസിനസ്സൊക്കെ ചെയ്യണവരാണ്. അവരുടെ ബിസിനസ്സിനെന്തോ
ഒരു നഷ്ടം വന്നപ്പോൾ അവർ പറഞ്ഞു ബിസിനസ് ലാഭമായി കഴിഞ്ഞാൽ ഈ ലാഭത്തിൻ്റെ ഒരു വിഹിതം ഗുരുവായൂരപ്പനുള്ളതാണെന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം ബിസിനസ് നല്ല ലാഭമായി. ആ ലാഭത്തിൻ്റെ ഒരു വിഹിതം അവർ മാറ്റിവെച്ച് ഒരു വൻ തുകയും കൊണ്ടാണ് അത് ഗുരുവായൂരപ്പന് സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ശബരിമലയിലും ഗുരുവായൂരൊക്കെ ചെന്നാൽ ഈ തമിഴന്മാരെ ആൾക്കാർ അവർക്ക് അങ്ങനെയാണ് അവരുടെ ബിസിനസ് പാർട്ട്ണർമാരിൽ ഒരാളായിട്ട് ഭഗവാനെ ചേർക്കും. ഒരു ലാഭത്തിൻ്റെ ഒരു വിഹിതം വയ്ക്കും, എന്നിട്ട് അത് ഒന്നായിട്ട് ഇവിടെ വന്ന് കൊണ്ടു കൊടുക്കുന്നതൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ചിലവരത് ദ്രവ്യമായിട്ട് കൊടുക്കും, ചിലവർ കിരീടമായിട്ട് ഓടക്കുഴലായിട്ട് സ്വർണ്ണമാലയായിട്ടൊക്കെ അങ്ങനെ പല രീതിയിൽ കൊടുക്കും. അപ്പോൾ ഈ അമ്മ ആ ദ്രവ്യം കൊണ്ട് വന്ന് വഴി തെറ്റിയെത്തിയത് ഇവിടേക്കാണ്. വഴി തെറ്റിയെത്തിയത് ഒന്ന് ആലോചിച്ചപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് ഗുരുവായൂർക്ക് പുറപ്പെട്ട ആൾ വഴി തെറ്റിയിട്ട്, അതും നമ്മളൊക്കെ പോയപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള എത്രയോ നമുക്ക് തന്നെ വഴി തെറ്റി അവിടെ പോകാൻ. അങ്ങനെയുള്ള സ്ഥലത്തേക്ക് വഴി തെറ്റിയിട്ട് അവിടെ എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ആ വഴി നേരെയായ വഴിയിലേക്ക് നയിച്ചത് ഭഗവാൻ തന്നെയല്ലേ. എന്നിട്ട് ആ വഴി അവിടെ എത്തിയപ്പോൾ അവിടുത്തെ കഥകളും കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ആ അമ്മ പറഞ്ഞു ഇവിടെയും ഗുരുവായൂരപ്പനുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ ഇത് ഗുരുവായൂരപ്പൻ്റെ അത് അങ്ങനെ തോന്നണമെങ്കിലോ ചില ആൾക്കാരുണ്ട്. ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് വഴിപാട് വിചാരിച്ച് അവിടെ തന്നെ കൊണ്ടു കൊടുക്കുമല്ലോ, അല്ലെങ്കിൽ ശാപം കിട്ടിയാലോ അങ്ങനെയുണ്ട്. പക്ഷെ ശരിയായ ഭക്തി ഉള്ളവർക്ക് അങ്ങനെ തോന്നില്ല. ഇത് ഭഗവാന്റെ നിയോഗമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ആ ദ്രവ്യത്തിനെ അവിടെ സമർപ്പിച്ചു. അതുകൊണ്ടാണ് പിന്നീട് ആ ക്ഷേത്രം ഉയർന്നത്. പിന്നെ ഓരോരുത്തർ കൊടുത്തിട്ട് ആ ക്ഷേത്രത്തിന് ഇങ്ങനെ ഓരോ തവണ ചെല്ലുമ്പോഴും അതിങ്ങനെ അഭിവൃദ്ധിപ്പെട്ട് വന്ന് ആ ക്ഷേത്രം അധികം കാലമൊന്നായിട്ട് ഒരു 5-10 കൊല്ലം കൊണ്ടാണ് ഇപ്പോൾ ഇന്ന് കാണുന്ന ഈ നിലയിലേക്ക് എത്തിയത്. അതുവരെ ആദ്യത്തെ തവണയും ഞങ്ങൾ പോയിണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉള്ളിലുള്ള അത് മാത്രമേ ഉണ്ടായുള്ളൂ, വേറെ ഒന്നും ഉണ്ടായില്ല. അതും മര്യാദ എല്ലാം പണിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായില്ല, അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാം അവിടെ എത്തിച്ചേർന്നൊക്കെ ഇവർ ഉത്സാഹിക്കുക മാത്രമേ ചെയ്തുള്ളൂ, ബാക്കിയൊക്കെ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിനെ പറ്റിയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ആ ക്ഷേത്രത്തിലും അങ്ങനെ തന്നെയായിരുന്നു. അവിടെയുള്ള നാട്ടുകാരുടെയൊക്കെ പരിശ്രമം, അവിടെയുള്ളവരെല്ലാവരും അമ്മമാരൊക്കെ ഉണ്ടല്ലോ, അവരുടെ കുട്ടിയാണ് ഉണ്ണിക്കണ്ണൻ. എപ്പോഴും അമ്മമാർക്ക് അവിടെയുള്ളൂ. അവിടെ നോക്കുമ്പോൾ എപ്പോഴും കുറേ അമ്മമാരെ കാണാം. ഇങ്ങനെ വീടിൻ്റെ ഉള്ളിൽ വെറുതെ ഇരുന്ന് TV കാണണവരൊന്നും ഇല്ല അവിടെ. ഈ അമ്മമാർ ഇവിടെ വന്നിട്ട് ഭഗവാന് വേണ്ടതൊക്കെ ഓരോന്ന് ചെയ്യണോ. കലങ്ങൾ കുറേ കൊണ്ടുവന്ന് ഉറി ഉണ്ടാക്കാൻ, അപ്പോൾ അതിനൊക്കെ കലം വേണം, അതും വൃത്തിയാക്കണോ, അതിനെ പെയിൻ്റ് അടിക്കണോ, അത് ചെയ്യണോ, പൂക്കൾ ഒരുക്കണോ. എപ്പോൾ ചെന്നാലും അവിടെ അമ്മമാരെ അവിടെ കാണാം. ഏറ്റവും കൂടുതൽ എല്ലാവരും ഉണ്ട്, അമ്മമാർ മാത്രമൊന്നുമല്ല, എല്ലാ ആൾക്കാരും. പക്ഷേ അമ്മമാരുടെ സാന്നിധ്യം അവിടെ നല്ലോണം ഉണ്ട്. അപ്പം ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ അവരുടെ അവിടെയൊക്കെ ആ അഭിവൃദ്ധിക്ക് കാരണമായത് എന്താണെന്ന് വിചാരിച്ചാൽ അവിടെ ഉള്ളവർക്ക് ആ ഭഗവാനെ അല്ലെ നമുക്ക് നമ്മൾ നന്നാവണം, നമ്മുടെ പേര് കേൾക്കണം, നമ്മുടെ പേര് പത്രത്തിൽ വരണം എന്നൊക്കെയാവും നമുക്ക് ആഗ്രഹമുള്ളൂ. അല്ലാണ്ട് നമ്മുടെ ഭഗവാനെ എന്താണ് ഇവിടെയുള്ള ആ മുല്ലോർലി തേവരെ പറ്റി ഞാൻ വന്നിട്ടുണ്ട്, മുല്ലോർലി തേവരെ വന്ന് തൊഴുതുണ്ടെന്ന് പറയുമ്പോൾ തേവരുടെ ഇത് 4 ദിക്കിലേക്ക് എത്തിക്കണമെന്നൊന്നും നമുക്കില്ല. നമുക്ക് നമ്മുടെ കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഓരോ ദിക്കിലും. ഇവിടെ ഒരു വിശേഷം ഉണ്ടാകുമ്പോൾ പോലും നമുക്കറിയാമല്ലേ, അങ്ങനെ എല്ലാ ആൾക്കാർ കുറേ ഉണ്ടാവും, പക്ഷേ കാര്യങ്ങൾ നടത്താനൊക്കെ എവിടെ ആൾക്കാർ ഇവർ രണ്ടാളല്ലാണ്ട് ഞാൻ ഇതുവരെയും അവിടെ ആരെയും അങ്ങനെ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് വെറുതെ നമ്മൾ പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല, ശരിക്കും അത്രയും നമ്മുടെ ഉള്ളിൽ ആത്മാർത്ഥമായ പ്രേമഭാവം ഉണ്ട് ഭഗവാനോട് എന്നുണ്ടെങ്കിൽ ആ ഭഗവാന് വേണ്ടി എന്ത് ചെയ്യാനും സന്നദ്ധരായിട്ട് നമുക്ക് ഇരിക്കണം. അതാണ് വേണ്ടത്. അതുകൊണ്ട് നമുക്ക് അതിനൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിപ്പോൾ ഈ ഒരു ക്ഷേത്രത്തെ മുൻനിർത്തിയിട്ട് മാത്രമല്ല, കാരണം ഇത് ധാരാളം പേര് കാണുന്നുണ്ട്. ഇപ്പോൾ യൂട്യൂബിൽ ഇടണം രാമായണം വായന എന്ന് പറഞ്ഞാലും ധാരാളം. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തെ മുൻനിർത്തി മാത്രമല്ല, ഏതൊരു ക്ഷേത്രമായാലും അവനവൻ്റെ അടുത്തുള്ള ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ തറവാടായിട്ട് കണക്കാക്കണം. കാരണം നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് എവിടെ പോയാലും നമ്മുടെ ആ തറവാടിനോട് കൂറുക എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ തറവാടാണ്. അവിടുത്തെ ഉത്സവം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഉത്സവം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ മൂർത്തിയുടെ പിറന്നാളാണ് അല്ലേ. നമ്മളിപ്പോൾ എവിടെ പോയാലും ഏത് നാട്ടിൽ പോയാലും അച്ഛൻ്റെ അമ്മയുടെ പിറന്നാളിനൊക്കെ ഇന്ന് കാലത്തൊന്നുമില്ല. ഇന്ന് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയലേ ഉള്ളൂ. എന്നാലും അങ്ങനെ നമ്മൾ ആ സ്നേഹം ഉണ്ടെങ്കിൽ നമ്മളവിടെ എത്തിപ്പെട്ട് അതൊക്കെ ആഘോഷിക്കുമല്ലേ. അതുപോലെ എല്ലാവരും ഇവിടെ നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ
ഇപ്പോൾ ശ്രീകൃഷ്ണ ജയന്തിയൊക്കെ വരുമ്പോൾ നമ്മൾ അതുപോലെ നമ്മളുടെ ആ ഭഗവാന്റെ പിറന്നാൾ ആഘോഷിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഭഗവാന്റെ പിറന്നാൾ ആർഭാടമായിട്ട് ആഘോഷിച്ച് ഭഗവാൻ ഇവിടുത്തെ ആഘോഷം എന്ന് പറഞ്ഞാൽ കുറേ അലങ്കരിക്കലും അതൊന്നുമല്ല. ഇവിടുത്തെ ആഘോഷം എന്ന് പറഞ്ഞാൽ എന്താ, നാമം ജപിക്കലും ഭാഗവതം വായിക്കുക, പുരാണ പാരായണങ്ങൾ ചെയ്യുക. അതാണ് ഭഗവാന്. കഥ കുട്ടിയല്ലേ, കഥ കേൾക്കാനാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഇവിടെ സന്തോഷിക്കുമ്പോൾ, ഭഗവാന്റെ കൂടെ ഇരിക്കുമ്പോൾ, നമ്മുടെ ഗൃഹത്തിലൊരു കാര്യം ഉണ്ടാകുമ്പോൾ അതിന് എന്തെന്ത് തടസ്സങ്ങൾ വന്നാലും ആരാര് നമ്മളെ വിട്ടു നിന്നാലും ഭഗവാൻ വിട്ടു നിൽക്കില്ല. ഉറപ്പാണത്. ഞാനത് അനുഭവം കൊണ്ട് പറയാം, ഉറപ്പാണ് എന്നുള്ളത്. ഇത്തവണ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഗുരുവായൂർ മോൻ്റെ ആ കല്യാണത്തിന് താലി പൂജിക്കാനായിട്ട്, ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പൂജിക്കാനായിട്ട് ഉള്ളിൽ കിടക്കാൻ ഒരു വഴി ഉണ്ടായില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പം അത്രയും സ്ട്രിക്റ്റാണ് അവിടെ. പണ്ടൊക്കെ ആരെങ്കിലുമൊക്കെ റെക്കമെൻഡ് ചെയ്തൊരു ടോക്കൺ എടുത്ത് തന്നാൽ നമുക്കൊന്ന് ഉള്ളിലേക്ക് കിടക്കാം. ഇപ്പം അങ്ങനെ ടോക്കണൊന്നും എടുത്ത് തരാൻ പറ്റില്ല, ആർക്കും ടോക്കൺ എടുത്ത് കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് അവർ. അപ്പോൾ ആരെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡ് വേണം, അവരുടെ ഐഡൻറ്റിറ്റി കാർഡ് വേണം, അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ചെയ്യൽ. പക്ഷെ അന്നും ഇതുപോലെ അവിടെ ചെന്ന് ഈ താലി പൂജിക്കാനായിട്ട് നിന്നപ്പോൾ അവിടെ ചെന്ന് മുകളിൽ നിന്ന് താലി പൂജിക്കാനാണ്, അതിനൊരു ടോക്കൺ തരണമെന്ന് ചോദിക്കാമെന്ന്. ഈ നിയമങ്ങളൊന്നും എനിക്ക് നിശ്ചയം ഉണ്ടായിരുന്നില്ല. ചോദിക്കാനായിട്ട് ചെന്നപ്പോൾ അവർ പറഞ്ഞ ഐഡൻറ്റിറ്റി കാർഡ് വേണം, രണ്ടുപേരുടെയും വേണം. ആരെങ്കിലും പറഞ്ഞത് കല്യാണത്തിന് താലി പൂജിക്കാനാണെന്ന് പറഞ്ഞു. പിന്നെ അപ്പോൾ ഐഡൻറ്റിറ്റി കാർഡൊന്നും ഇല്ല എൻ്റെ കയ്യിൽ. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു എന്നാൽ മാറി നിൽക്കുന്നു. ധാരാളം പേര് ഐഡൻറ്റിറ്റി കാർഡ് ഇതൊക്കെ കൊണ്ട് അങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ താഴത്തേക്ക് എത്ര പേരുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനും മോള് മാത്രമേ ഉള്ളൂ കൂടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങളിങ്ങനെ താഴത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ അവിടെ നിൽക്കണ സെക്യൂരിറ്റിക്കാരനോട് അദ്ദേഹം പറയണം ഇവരെ അങ്ങോട്ട് അകത്തേക്ക് കടത്തി വിട്ടോളൂ എന്ന് പറഞ്ഞിട്ട് നേരെ ആ കൊടിമരത്തിൻ്റെ അവിടെ ഒരു ക്യൂ പോലും നിൽക്കേണ്ടി വന്നില്ല. കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് തുറന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് നേരെ അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോയി. അപ്പം അത് പറഞ്ഞപ്പോൾ അവിടെ ഉള്ളവർ വരെ അത്ഭുതപ്പെട്ടു പോയി. അവിടെയുള്ള നമ്മുടെ കുമാരേട്ടനോടൊക്കെ പറഞ്ഞു ഇങ്ങനെയോ ഇപ്പോഴത്തെ കാലത്ത് ആ അത്ഭുതം. കാരണം അങ്ങനെ വിടില്ല, ഒരാളോട് മാത്രം ഒരു പ്രത്യേകത ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ ഒരു നിമിഷം അവിടെ ഇരുന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരുന്ന് അത് പറഞ്ഞത് ഗുരുവായൂരപ്പൻ എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം ആര് ആയാലും ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു ഉറപ്പോട് കൂടിയിട്ട്, അത്രയും ഉറപ്പോട് കൂടിയിട്ടാണ് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട്, എല്ലാവരുടെ കൂടെയും ആ ഭഗവാനുണ്ട്, അത് ഉറപ്പാണ്. പക്ഷെ നമുക്കത് അനുഭവിക്കാനായിട്ട് സാധിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഓരോ നിമിഷവും അത് കഴിഞ്ഞു പോയാൽ അത് കഴിഞ്ഞു പോയി. പിന്നെ ഞാൻ പോയ നിമിഷമൊന്നും വരില്ല, നാളെ ഉണ്ടാവുമെന്ന് വിചാരിക്കാനും പറ്റില്ല. ഇന്നത്തെ ഈ നിമിഷം മാത്രമേ സത്യമായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്ന് കഴിയുന്നത് ഇന്ന് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കണം അല്ലേ. നാളെ ഞാൻ വന്നിട്ട് ചെയ്യാം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു കാര്യമില്ല. ചില കാര്യങ്ങൾക്ക് ശരി ഞാൻ നാളെ വരാം വീട്ടിൽ, എന്നിട്ട് നമുക്കൊക്കെ ശരിയാക്കാം എന്ന് പറയും. നാളെ വീട്ടിലെത്തിയില്ല വെച്ചാൽ ആര് ശരിയാക്കണു, അതവിടെ കഴിഞ്ഞില്ലേ. അപ്പം അതുകൊണ്ട് നമ്മൾ ഇരിക്കുന്ന ഈ ശരീരത്തിൽ ഇരിക്കണോടത്തോളം കാലം നമുക്ക് ഈ ശരീരം കൊണ്ട് അനുഭവിക്കാവുന്ന, ശരീരം ഉപയോഗിച്ചിട്ട് അനുഭവത്തിന് വേണ്ടിയിട്ട് ആ ശരീരം എന്ന് പറഞ്ഞു അല്ലേ, കർമ്മപ്രാരാബ്ദങ്ങൾ അനുഭവിക്കാൻ, സുഖങ്ങൾ ദുഃഖങ്ങൾ, അതുപോലെ ആനന്ദത്തിനെയും ഈ ശരീരം കൊണ്ട് അനുഭവിക്കാനായിട്ട്, ശരീരത്തിനെ കൊണ്ട് അനുഭവിക്കാൻ പറ്റും. നമുക്ക് ഈശ്വരൻ്റെ അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുകൾ നിറയണു, ശരീരം മുഴുവനും കോരിത്തിരക്കിനു. അങ്ങനെ ആ ആനന്ദം പോലും നമ്മൾ ശരീരം കൊണ്ട് അനുഭവിക്കാൻ പറ്റും. പിന്നെ ആ തലവും വിട്ടാലാണ് ശരീരബോധം വിട്ട് അനുഭവിക്കൽ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാം ആ ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പാരായണം ആരംഭിക്കാം. അപ്പോൾ ഈ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും അവനവൻ്റെ ഗൃഹത്തിൽ നമ്മൾ ഉണ്ണീടിയാണ് വിചാരിക്കുക. നമ്മുടെ കുട്ടികൾക്ക് പെരപണിയാന്ന് പറയുമ്പോൾ നമ്മളെക്കൊണ്ട് കഴിയാവുന്നതൊക്കെ കുട്ടികൾക്ക് വേണ്ടി സഹായിക്കില്ല. അപ്പോൾ ഇത് എൻ്റെ മുല്ലോർലി തേവരുടെയാന്ന് ഓരോരുത്തരും വിചാരിച്ചാൽ മതി. അവിടെയൊക്കെ സാർത്ഥതയാവാം. ബാക്കിയൊക്കെ നമ്മൾ എൻ്റെ എന്ന് പറയണ്ടല്ലേ. എൻ്റെ മകൻ, എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എൻ്റെ വീട്, എൻ്റെ കാറ്, അത് എൻ്റെയാണ്. ഒരു സാധനം, നമ്മളൊരു സാധനം വേറൊരാൾ അത് എൻ്റെ, നിങ്ങളെന്തിനെടുത്ത് എന്ന് ചോദിച്ച് തമ്മിത്തല്ല് കൂടും. അതിനൊക്കെ എൻ്റെയാണ്. പക്ഷേ
ഭഗവാനെ മാത്രം എൻ്റെ മുല്ലോർലി തേവരേന്ന് ആരാ അങ്ങനെ വിളിക്കില്ല. വേണമെങ്കിൽ വാക്കുകൊണ്ട് പറയായിരിക്കും, പക്ഷെ ആത്മാർത്ഥമായിട്ടൊന്നും എൻ്റെ അല്ല. ആ കാര്യത്തോടടുക്കുമ്പോൾ അറിയാം, അല്ല അണ്ടിയോടടുക്കുമ്പോൾ അറിയാം മാങ്ങയുടെ പുളി എന്ന് പറയണ പോലെ അത് എൻ്റെ ആക്കി വയ്ക്കാൻ നമുക്ക് സാധിച്ചു. അതോടുകൂടി നമ്മൾ രക്ഷപ്പെട്ടു. സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ജാനകീ ജീവനസ്മരണം. ഹര നമ പാർവതീപതയേ. ആഞ്ജനേയ സ്വാമിക്ക്. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗജാനനം ഭൂതഗണാതിസേവിതം കപിദ്ധജംബൂഫലസാരഭക്ഷണം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി സുഞ്ചത്തെഴുമയ്യപാദം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ നാളെയും മറ്റന്നാളൊക്കെ വന്നോളൂ പറ്റുകയാണെങ്കിൽ കേട്ടോ. നാളെ ഇവിടെ ശ്രീരാമ പട്ടാഭിഷേകം വായിച്ച് സമർപ്പിക്കുന്നു. മറ്റന്നാൾ രാമായണം സമർപ്പിക്കുകയാണ്. മറ്റന്നാൾ അപ്പോൾ ഇവിടെ വിളക്കിൽ അർച്ചനയൊക്കെ ഉണ്ട്. വിളക്ക് വെച്ചിട്ട് നമുക്കൊക്കെ വിളക്കിൽ അർച്ചിച്ചിട്ട് ഭഗവാന്റെ ആ പുഷ്പം ഭഗവാൻ സമർപ്പിക്കാം. നമുക്ക് ആവുന്നത് പോലെ നമുക്ക് ചെയ്യാം. നമുക്ക് നാമം ജപിച്ച് സമർപ്പിക്കാം. അപ്പോൾ വരൂ ആരൊക്കെയുള്ളേച്ചാൽ അവരോടൊക്കെ വിളിച്ചിട്ട് വരൂ. സാധിക്കണവരൊക്കെ വരട്ടെ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ജാനകീ ജീവനസ്മരണം. നാരായണ 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 നാരായണ. ദേവേന്ദ്രസ്തുതി വരെ എത്തി. ദേവേന്ദ്രസ്തുതി 364. 364 അത് ഒരേ പേജാണോ എന്ന് എനിക്കറിയില്ല.
നാരായണ 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 നാരായണ. നാളെ മറ്റന്നാളും എന്തായാലും വരാൻ നോക്കൂ. നാളെ പട്ടാഭിഷേകം, മറ്റന്നാൾ സമർപ്പണം. എല്ലാവരോടും വരണവരോട് പറയുന്നുണ്ട് ഒക്കെ വരാൻ സാധിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസം പാരായണം ചെയ്ത് സമർപ്പിച്ചത് സീതയോട് കൂടിയിട്ട് സീതയെ മടിയിലിരുത്തിയിട്ട് സന്തോഷപൂർവ്വം ഇരിക്കുന്ന ശ്രീരാമചന്ദ്ര പ്രഭുവിനെയാണ്. അപ്പോൾ അങ്ങനെ അല്ല, ആ ശ്രീരാമചന്ദ്രനെ ദേവേന്ദ്രൻ സ്തുതിക്കുന്നതായിട്ടുള്ള ഭാഗം തൊട്ടിട്ടാണ് ഇന്ന് പാരായണം ചെയ്യേണ്ടത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ജാനകീ ജീവനസ്മരണം ഹര നമ പാർവതീപതയേ ആഞ്ജനേയ സ്വാമിക്ക്. സംഗ്രന്ഥനന്ദതാരാമനെ നിർജ്ജരാ സംഗേന സാദ്രം വണങ്ങി സ്തുതിച്ചിതു. രാമചന്ദ്ര പ്രഭോ പാഹി മാം പാഹി മാം, രാമഭദ്രാ പ്രഭോ പാഹി മാം പാഹി മാം. ഞങ്ങളെ രക്ഷിപ്പതിനു മറ്റാരുള്ളതിങ്ങനെ കാരുണ്യ പീയൂഷവാരിധേ. നിന്തിരുനാമാമൃതം ജപിച്ചിടുവാൻ സന്തതം തോന്നേണമെൻ പോറ്റി മാനസേ. നിന്തിരുനാമാമൃതം ജപിച്ചിടുവാൻ സന്തതം തോന്നേണം എൻ പോറ്റി മാനസേ. ദേവേന്ദ്രൻ എന്ന് പറഞ്ഞാൽ മനസ്സാണ് എന്ന് പറയും. മനസ്സ് ദേവേന്ദ്രൻ്റെ പ്രതീകമാണ് മനസ്സ്. അതുകൊണ്ടാണ് ആ ദേവേന്ദ്രൻ്റെ കഥകൾ കേൾക്കുമ്പോൾ അറിയാം അല്ലേ, ആ ഇടയ്ക്കിടയ്ക്കൊക്കെ ആ അഹങ്കാരം കൊണ്ട് അപകടങ്ങൾ ഉണ്ടാക്കി തരും. അത് അല്ലെ തന്നെ മനസ്സിൻ്റെ ചപലത കൊണ്ട് നമുക്കും ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. എങ്കിലും ഭഗവാൻ അങ്ങനെയൊക്കെയാണെങ്കിലും ഭഗവാൻ എന്താ കാത്തു രക്ഷിക്കാനായിട്ട് ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഭഗവാൻ തന്നെ നമ്മളെ ഓരോരോ നിലയിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മളെ കാത്തു രക്ഷിക്കണം. നമ്മുടെ ഉള്ളിലുള്ള ആസുരിക ഭാവങ്ങളെ മുഴുവനും ഇല്ലാണ്ടാക്കാൻ ആർക്കേ കഴിയുള്ളൂ? ആ ഭഗവാന് മാത്രമേ കഴിയുള്ളൂ. അപ്പം അതുകൊണ്ട് സർവാത്മന ഭഗവാനെ ആശ്രയിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആ ദേവേന്ദ്രൻ ഇവിടെ പ്രാർത്ഥിക്കണു, എപ്പോഴും അവിടുത്തെ തിരുനാമ സങ്കീർത്തനം ചെയ്യാനായിട്ട് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പം നമ്മുടെ മനസ്സിൻ്റെ പ്രതീകം എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടതാണ് നമ്മുടെ മനസ്സ് ഇല്ലാണ്ടാവാൻ. അല്ലെ, ചിന്തകളുടെ കൂട്ടമാണ് മനസ്സ് അല്ലേ, ചിന്തകളുടെ കൂട്ടാണ് മനസ്സ്. ആ മനസ്സില്ലാണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മനസ്സെപ്പോഴും മനസ്സിനെപ്പോഴും വേവലാതിയാണ്, ഇത് ഞാൻ ഇല്ലാണ്ടാവുമോ എന്ന്. ചിന്തകളില്ലാണ്ടായാൽ നമ്മൾ കുറേ നേരം ഈശ്വരനാമം ജപിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും കാരണം ഉണ്ടായിട്ട് മനസ്സ് അതിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിക്കും. അല്ലെങ്കിൽ മനസ്സിൻ്റെ നിലനിൽപ്പ്, അത് ഇന്ദ്രനും അങ്ങനെയാണല്ലോ. ആരെങ്കിലും ഒരാൾ തപസ് ചെയ്യണണ്ട വേഗം ആ തപസ് മുടക്കും, കാരണം എൻ്റെ പദവി അവർക്ക് കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ ഈ മനസ്സും അങ്ങനെ തന്നെയാണ്. മനസ്സ് നമ്മളിതാ കൂടുതൽ ഈശ്വരനാമങ്ങൾ ജപിച്ച് ഈശ്വരനെ ഉണ്ടാക്കുമ്പോൾ മനസ്സ് പല വിധത്തിലുള്ള വികല്പങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മളെ അതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് എപ്പോഴും നാമം ജപിക്കാനായിട്ട് സാധിക്കണേന്ന്. ഈ ഒരു സമയത്ത് പണ്ടൊക്കെ ദേവേന്ദ്രനാണ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയും. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഭർത്താവാണെങ്കിൽ ഭാര്യയുടെ ഒരു മക്കളുടെ രൂപത്തിൽ ധാരാപുത്രേണ, അല്ലെങ്കിൽ ഭാര്യയാണെങ്കിൽ ഭർത്താവിൻ്റെ രൂപത്തിൽ വന്നിട്ടാണ് അത്രയും നമ്മളോട് തടസ്സം നിൽക്കുക. ഇന്ദ്രൻ്റെ പ്രതീകങ്ങളായിട്ട് അവരാണ് നമ്മുടെ മുമ്പിൽ വരിക. ഇന്ദ്രനെ ഓരോരുത്തരെ അയക്കൂലോ, ആരൊക്കെ അയക്കുക? ഓരോ അപ്സര സ്ത്രീകളെയൊക്കെ അയച്ചിട്ട് മുടക്കില്ലേ. ഇപ്പം എന്ത് ചെയ്യും? ഇവരുടെയൊക്കെ മനസ്സ് ആരുടെ മനസ്സാണോ ലൗകികത്തിൽ കൂടുതലായിട്ട് രമിക്കണത് അവരുടെ മനസ്സിലിരുന്ന് പ്രവർത്തിക്കും.
അപ്പോൾ അവർ നമ്മൾ ഈശ്വര ഉപാസന ചെയ്യണേനൊക്കെ അവർ വിലങ്ങുതടിയായിട്ട് എന്താണ് എന്ന് അമ്പലത്തിൽ പോണേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞ് നമ്മളോട് കുറേ ന്യായം അവർ പറയുമ്പോൾ അപ്പം നമുക്ക് കുറേ കഴിയുമ്പോൾ ചേരുമ്പോൾ ശരിയാ ഇതൊക്കെ തന്നെയാണ് ശരി നമ്മളിത് അപ്പോൾ നമുക്കതിനെ ന്യായം കണ്ടെത്താൻ കഴിയും. പക്ഷേ രണ്ടും ഒരുപോലെ കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഒരു ഭാഗത്ത് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ ഭഗവാൻ ചേർത്ത് വച്ചേക്കണത് രണ്ട് ജീവനുകളെ ചേർത്ത് വെച്ചത് ഭഗവാനാണ്, അല്ലാണ്ട് നമ്മൾ ജാതകം നോക്കി കണ്ടുപിടിച്ച് ചേർത്തതൊന്നുമല്ല. അപ്പോൾ ഒരു ഭാഗത്ത് അങ്ങനെ താഴ്ചയുണ്ടെങ്കിൽ ആ ഭാഗത്തിന് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ തീർക്കേണ്ടത് മറുഭാഗത്തിൻ്റെ കടമയാണ്. അത് നമ്മൾ ആലോചിച്ച് നോക്കൂ, വെറുതെ തന്നെ ജീവിതത്തിൽ ആലോചിച്ചാൽ മതി. ഭർത്താവ് കള്ളൊക്കെ കുടിച്ച് വീടൊന്നും നോക്കാണ്ട് നടക്കുന്ന ഒരു ഭർത്താവ്, അവരുടെ ഭാര്യ നന്നായി വീട് നോക്കണ ആളായിരിക്കും, നല്ല കഴിവുണ്ടാവും, എല്ലാ കാര്യവും ചെയ്യാനുള്ള കഴിവുണ്ടാവും. അതേസമയം ഭർത്താവ് നന്നായിട്ട് വീടൊക്കെ നോക്കി എല്ലാം കൊണ്ടെടുക്കണം, അവരുടെ ഭാര്യയ്ക്ക് അത്ര കഴിവൊന്നും ഉണ്ടാവില്ല കാര്യങ്ങൾ നോക്കാനൊന്നും. അത് ചെയ്യാണ്ടാണ്, നോക്കാണ്ടാണ്, അവസരം വരാണ്ടാണെന്നൊക്കെ പറയും. അവസരം വന്നിട്ടും ആ ഭർത്താവിൻ്റെ അഭാവത്തിലും വേണ്ടതുപോലെ ചെയ്യാൻ പറ്റാത്തവരുണ്ട്. അത് ഭഗവാൻ ഒരു ദിക്കിലെ താഴ്ചയുണ്ടായി, രണ്ടും ഒരുപോലെ പോകാൻ വേണ്ടി ഭഗവാൻ നമുക്ക് ഏതാണോ ഉചിതം അതിനെ കൊണ്ടൊന്ന് ചേർത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കർമ്മപ്രാരാബ്ധങ്ങൾക്കനുസരിച്ച് ഇവരുടെ ദേഹോപദ്രവവും ഇതൊക്കെ നമ്മൾ കേൾക്കേണ്ടതായിട്ടൊരു നിയോഗം ഉണ്ടാവുമായിരിക്കും. കാരണം നമ്മൾ അറിഞ്ഞോ അറിയാണ്ടൊക്കെ ആരെങ്കിലുമൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടോ എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഈശ്വരേച്ഛയായിട്ട് നടക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒക്കെ നമുക്കൊന്ന് ഇതൊക്കെ തിരിച്ചറിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഈശ്വര അനുഭവം നമുക്ക് ഓരോ ദിക്കിലും നമുക്ക് ആ അനുഭവം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ അനുഭവം ഉണ്ടാവണമെങ്കിൽ എന്തു വേണം? ആ മനസ്സിനെ നിരന്തരം നാമം ജപിപ്പിക്കാനായിട്ട് പഠിപ്പിക്കണം. അതാണ് ഇവിടെ പറയണേ. നിന്തിരുനാമാമൃതം ജപിച്ചിടുവാൻ സന്തതം തോന്നേണമെൻ പോറ്റി മാനസേ, നിൻ ചരിതാമൃതം ചൊല്ലുവാനും എപ്പോഴും എൻ ചെവി കൊണ്ടു കേൾപ്പാനും അനുദിനം യോഗം വരുവാൻ അനുഗ്രഹിച്ചിടണം യോഗമൂർത്തേ ജനകാത്മജാവല്ലഭ. ശ്രീ മഹാദേവനും നിന്തിരുനാമങ്ങൾ രാമരാമേതി ജപിക്കുന്നതന്വഹം. ഭഗവാൻ ശ്രീ പരമേശ്വരന് അല്ലേ, ശ്രീ പരമേശ്വരൻ്റെ ഭഗവാൻ തന്നെ ആയിട്ടിരിക്കുന്നു ശ്രീ പരമേശ്വരൻ. അങ്ങനെയുള്ള ആ ത്രിമൂർത്തികളിലെ ഒരാളായിട്ടുള്ള ശ്രീ പരമേശ്വരനാണ് വൈഷ്ണവാനാം യഥാശംഭു, വൈഷ്ണവരിൽ മുഖ്യൻ എന്ന് പറയണം. ആ ശിവൻ പോലും സദാ ആ ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചു കൊണ്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മളുടെയൊക്കെ കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ? ശ്രീ മഹാദേവനും നിന്തിരുനാമങ്ങൾ രാമരാമേതി ജപിക്കുന്നിതന്വഹം, സ്വൽപാദതീർത്ഥം ശിരസി വഹിക്കുന്നിതെപ്പോഴും ആത്മശുദ്ധിക്കുമാവല്ലഭൻ. ഏവം പലതരം ചൊല്ലി സ്തുതിച്ചോരു ദേവേന്ദ്രനോടരുൾ ചെയ്തിതു രാഘവൻ. മൃത്യു ഭവിച്ച കപികുലവീരരെ അത്തൽ കളഞ്ഞു ജീവിപ്പിക്കയും വേണം. പക്വാഫലങ്ങൾ കപികൾ ഭക്ഷിക്കുമ്പോഴൊക്കെ മധുരമാക്കി ചമച്ചിടുക. വാനരന്മാർക്കു കുടിപ്പാൻ നദികളും തേനായൊഴുകണമെന്നു കേട്ടിന്ദ്രനും. എല്ലാം അരുൾ ചെയ്ത വണ്ണം വരികെന്നു കല്യാണം ഉൾക്കൊണ്ടനുഗ്രഹിച്ചിടിനാൻ. നന്നായുറങ്ങിയുണർന്ന പോലെ മന്നവൻ തന്നെ തൊഴുതാരവർകളും. ചന്ദ്രചൂടൻ പരമേശ്വരനും രാമചന്ദ്രനെ നോക്കി അരുൾ ചെയ്തിതന്നേരം. നിന്നുടെ താതൻ ദശരഥൻ വന്നിതാ. നമ്മുടെ അടുത്തേക്ക് വന്ന ആ സമയം കഴിഞ്ഞ വർഷം. നിന്നുടെ താതൻ ദശരഥൻ വന്നിതാ, നിന്നു വിമാനമാർന്നു നിന്നെ കാൺമാൻ. ചെന്നു വണങ്ങുതെന്നോട് കേട്ടതാ മന്നവൻ സംഭ്രമം പൂണ്ടു വണങ്ങിനാൻ. വൈദേഹിതാനും സുമിത്രാതനയനും ആദരാവോടു വന്ദിച്ചു ജനകനെ. ഗാഠം പുണർന്നു നെറുകയിൽ ചുംബിച്ചു ഗൂഢനായൊരു പരമാപുരുഷനെ. സൗമിത്രി തന്നെയും മൈഥിലി തന്നെയും പ്രേമപൂർണം പുണർന്നാനന്ദമഗ്നായി ചിന്മയനോടു പറഞ്ഞു ദശരഥൻ. എൻ മകനായി പിറന്ന ഭവാന് ഞാൻ നിർമ്മലാമൂർത്തെ ധരിച്ചതിന്നാകയാൽ
ജന്മമരണാദി ദുഃഖങ്ങൾ തീർന്നിതു. നിന്മഹാമായ മോഹിപ്പിക്കായികന്നെയും കൽമഷാനാശന കാരുണ്യവാരിതേ. നിന്മഹാമായ മോഹിപ്പിക്കായികന്നെയും കൽമഷാനാശന കാരുണ്യവാരിതേ. ദശരഥൻ എന്ന് പറഞ്ഞാൽ ആരാണ് ദശരഥൻ? 10 അല്ലേ, 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും ഒരുപോലെ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ കൽപ്പുള്ള ആളാണ് ആ ദശരഥൻ. ആ ദശരഥന് പോലും ച്യുതിയുണ്ടായി അല്ലേ? എന്തുകൊണ്ട്? മമത്വം കൊണ്ട് ച്യുതിയുണ്ടായി. പിന്നെ അതുമാത്രമല്ല, കർമ്മച്യുതി വന്ന് സംഭവിച്ചു. അതെന്തുകൊണ്ടാണ്? വിനോദത്തിനൊക്കെ വേണ്ടിയിട്ട് തൻ്റെ ധർമ്മത്തിനെ മറന്ന് പ്രവർത്തിച്ചത് കൊണ്ടൊക്കെയാണ് അത് വന്നത്. അങ്ങനെയല്ല, നമ്മളും ദശരഥന്മാർ തന്നെയാണ് അല്ലേ? നമുക്കുണ്ട് 5 കർമ്മേന്ദ്രിയം, 5 ജ്ഞാനേന്ദ്രിയം. കർമ്മേന്ദ്രിയം എന്ന് വെച്ചാൽ കർമ്മങ്ങൾ ചെയ്യണത്. അതുപോലെ ജ്ഞാനേന്ദ്രിയം എന്ന് നമുക്ക് അറിയണത്. അപ്പോൾ ആ 10 കാര്യങ്ങൾ, ബുദ്ധി ഒക്കെ ചേർന്നിട്ടുള്ള ജ്ഞാനേന്ദ്രിയങ്ങളും കയ്യും കാലൊക്കെ ചേർന്ന കർമ്മേന്ദ്രിയങ്ങൾ ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഈ 10 ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമ്മൾ ഇന്ദ്രിയങ്ങളും നന്നായാൽ മാത്രം ആണ് നമുക്ക് ശരിയായി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. 10 വഴിക്ക് ഓടുകയാണെങ്കിലോ, ഒരു 10 രഥത്തിനെ ഒരുമിച്ച് കൂട്ടിയിട്ട് തേര് തെളിക്കാൻ കഴിവുള്ള ഒരാൾ 10 രഥം ഒരുമിച്ച് കൂട്ടിയിട്ട് തേര് തെളിക്കണോ യുദ്ധത്തിന്? ഈ 10 ഇതിലും പല വഴിക്ക് പോയാൽ പിന്നെ ആ യുദ്ധത്തിൽ തോൽക്കല്ലാണ്ട് ജയിക്കാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് പറയുകയാണ്, അതെന്തുകൊണ്ടാണ് അങ്ങനെ വരണേന്ന് വെച്ചാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മൾ നിയന്ത്രിച്ചിട്ട് നിൽക്കണില്ല. നമ്മുടെ പ്രവർത്തികൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ആവണില്ല. എന്തുകൊണ്ടാണ് വരണേന്ന് വെച്ചാൽ ആ മായയുടെ ശക്തി കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് എന്താ പറയണേ? നിന്മഹാമായ മോഹിപ്പിക്കായികന്നെയും കൽമഷാനാശന കാരുണ്യവാരിതേ. അപ്പം അങ്ങനെ പറയണു. ആ ഒരു പ്രാർത്ഥന നമ്മളുടെ പ്രാർത്ഥന തന്നെയല്ലേ? എല്ലാം ഇതിലെ ഓരോ വരികളും നമ്മളുടെ പ്രാർത്ഥനയാണ്, നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയാണ്. വേറെ ഒരാൾക്ക് വേണ്ടിയിട്ടോ വേറെ ഒരു കഥയായിട്ടോ അല്ല. ഓരോന്ന് വായിക്കുമ്പോൾ ഇത് ഞാനാണ്, ഇതെൻ്റെ പ്രാർത്ഥനയാണെന്നുള്ളത് തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. താതവാക്യം കേട്ടു രാമചന്ദ്രൻ തഥാമോദേന പോവാനനുവദിച്ചിടിനാൻ. ഇന്ദ്രാദിദേവകളോടും ദശരഥൻ ചെന്നമരാവതി പുക്കുമരുവിനാൻ. സത്യസന്ധൻ തന്നെ വന്ദിച്ചനുജ്ഞയാ സത്യലോകം ചെന്നു പുക്കു വിരിഞ്ചനും. കാർത്യായനി ദേവിയോടും മഹേശ്വരൻ പ്രത്യാവിഷാരൂഢനായി എഴുന്നള്ളിനാൻ. ശ്രീരാമചന്ദ്ര നിയോഗേന പോയിതു നാരദാദി മഹാമുനി വൃന്ദവും. പുഷ്കരാനേത്രനെ വാഴ്ത്തി നിരാകുലം പുഷ്കരാചാരികളും നടന്നിടിനാൻ. ഹരേ രാമ 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 ഹരേ ഹരേ. അയോധ്യ പ്രവേശം വരെയാണ് കേട്ടോ നമ്മൾ വായിക്കുന്നത്. ഇന്ന് അയോധ്യ പ്രവേശം വരെ വായിച്ച് സമർപ്പിക്കാം അല്ലേ? പ്രവേശം തൊട്ടിട്ട് ബാക്കി പട്ടാഭിഷേകം, പ്രവേശിച്ച് പട്ടാഭിഷേകം വരെയുള്ളത്. കാരണം ഭരതനോട് പറയണവരെ എത്തിയോന്നൊന്ന് നോക്കിയതാണ് ഞാൻ. ഭരതൻ ഇങ്ങനെ കാത്തിരിക്കുകയല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് എത്ര കാലമായിട്ട് ഇങ്ങനെ കൊതിച്ച് കാത്തിരിക്കുകയാണല്ലോ. മന്നവൻ തന്നെ വന്ദിച്ചപേക്ഷിച്ചതു. പിന്നെ വിഭീഷണനായ ഭക്തൻ മുതാ ദാസനാമെന്നെ കുറിച്ചു വാത്സല്യമുണ്ടേതാനുമെങ്കിൽ അത്രൈവ സന്തുഷ്ടനായി. മംഗലാദേവതയാകിയ സീതയാ മംഗലസ്നാനവും ആചരിച്ചിടണം.
മേളമായിന്നു വിരുന്നും കഴിഞ്ഞിങ്ങു നാളെ അങ്ങോട്ടെഴുന്നള്ളുകയുമാം എന്നു വിഭീഷണൻ ചൊന്നതു കേട്ടുടൻ മന്നവൻ താനും അരുൾ ചെയ്തു. സോദരനായ ഭരതൻ അയോധ്യയിൽ ആദിയും പൂണ്ടു സഹോദരൻ തന്നോടും എന്നെയും പാത്തിരിക്കുന്നിതു ഞാൻ അവൻ തന്നോടുകൂടി ഒഴിഞ്ഞ അലങ്കാരങ്ങൾ ഒന്നും അനുഷ്ഠിക്കയെന്നുള്ളതില്ലടോ. ചെന്നൊരു രാജ്യത്തിൽ വാഴുകെന്നുള്ളതും സ്നാനാശനാദികൾ ആചരിക്കുന്നതും നൂനം അവനോടുകൂടിയേയാവതു എന്നു 14 സംവത്സരം തികയുന്ന എന്നുള്ളതും പാർത്തവൻ വാഴുന്നു ചെന്നീല ഞാനന്നു തന്നെ. എന്നാലവൻ വന്നിയിൽ ചാടി മരിക്കുമേ പിറ്റേന്നാൾ എന്നതു കണ്ടുഴറുന്നിതു ഞാനിഹ വന്നു സമയവുമേറ്റാമടുത്തങ്ങു ചെന്നുകൊള്ളുവാൻ പണിയുണ്ടതിൻ മുന്നമേ നിന്നിൽ വാത്സല്യമില്ലായകയുമില്ലമേ. സൽക്കരിച്ചിടു നീ സത്വരാമെന്നുടെ മർക്കടാവീരരെയൊക്കെ സാദരം പ്രീതി അവർക്ക് വന്നാൽ എനിക്കും വരും പ്രീതി അതിനൊരു ചഞ്ചലമില്ല കേൾ. എന്നെക്കനിയോട് പൂജിച്ചതിൻ ബലം വന്നുകൂടും കവീവീരരെ പൂജിച്ചാൽ. ജാനകീ ജീവനസ്മരണം. ജാനകീ ജീവനസ്മര. എല്ലാവരും അറിഞ്ഞാണോന്ന് ചോദിച്ചാൽ ആരുടെ ഒച്ചയും കേൾക്കണില്ല. ജാനകീ ജീവനസ്മരണം. ഹരേ രാമ ഹരേ രാമ പാനശന സ്വർണരത്നാംബരങ്ങളാൽ വാനരന്മാർ കലംഭാവം വരും വണ്ണം പൂജയും ചെയ്തു കപികളുമായി ചെന്നു രാജീവനേത്രനെ കുപ്പി വിഭീഷണൻ. ക്ഷിപ്രാമയോധ്യക്കെഴുന്നള്ളുവാനിഹ പുഷ്പകമായ വിമാനവുമുണ്ടല്ലോ. രാത്രിഞ്ചരാധിപാനിധാമുണർത്തിച്ച വാർത്ത കേട്ടാസ്തയോടും പുരുഷോത്തമൻ കാലത്തു നീ വരുത്തിയിടുകെന്നാനഥ പൗലസ്ത്യയാനവും വന്നു വന്ദിച്ചിതു. ജാനകിയോടും മനൂജനോടും ചെന്നു മാനവാവീരൻ വിമാനവുമേറിനൻ. അർക്കാത്മജാതി കബീവരന്മാരോടും നക്തഞ്ചരാധിപനോടും രഘുത്തമൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തിതാതരാൽ മന്ദേതരം ഞാൻ അയോധ്യയ്ക്ക് പോകുന്നു. ഇത്രകാര്യം കൃത്യമായതു നിങ്ങളാൽ ശത്രുഭയാമിനി ഞങ്ങൾക്കകപ്പെടാം. മർക്കടാ രാജസുഗ്രീവ മഹാമതേ കിഷ്കിന്ധയിൽ ചെന്നു വാഴ്ക നീ സൗഖ്യമായി. ആശരാദിശ വിഭീഷണ ലങ്കയിൽ ആശു പോയി വാഴ്ക നീയും ബന്ധുവർഗവും. കാകൽസനിധാമരുൾ ചെയ്ത നേരത്തു വേഗത്തിൽ വന്ദിച്ചവർകളും ചൊല്ലിനാൻ ഞങ്ങളും കൂടെ വിട കൊണ്ടയോധ്യയിൽ അങ്ങു കൗസല്യാദികളെയും വന്ദിച്ചു. മംഗലാമന്മാരഭിഷേകവും കണ്ടു തങ്ങൾക്കുള്ള വീട് വാണിടുവാൻ ഉണ്ടാകവേണം തിരുമനസ്സെങ്കിലേ കുണ്ടതാ ഞങ്ങൾക്കു തീരൂ ജഗൽ പ്രഭോ. അങ്ങനെ തന്നെ നമുക്കും അഭിമതം നിങ്ങൾക്കും അങ്ങനെ തോന്നിയതത്ഭുതം. എങ്കിലോ വന്നു വിമാനമേറിയിടുവിൻ സങ്കടമിന്നിയേ മിത്രാവിയോഗജം. സേനയാസാദം നിശാചരാരാജനും വാനരന്മാരും വിമാനമേറിയിടിനാൻ. സംസാരനാശാനുജ്ഞയാ പുഷ്പകം ഹംസസമാനം സമുത്പതിച്ചു തഥാ. നക്തഞ്ചരേന്ദ്ര സുഗ്രീവാനുജപ്രിയായുക്തനം രാമനെ കൊണ്ടു വിമാനവും എത്രയും ശോഭിച്ചിദംബരാന്തേ തഥാ മിത്രബിംബം കണക്കേ ധനദാസനം. ഉത്സംഗസിംനി വിനിസ്യ സീതാം ഭക്തവത്സലെന്നാലുദിക്കും പുനരാലോക്യ വത്സേ ജനകാത്മജേ ശൃണുവല്ലഭേ സൽസേവിതേ സരസീരുഹവിലോചനേ
ചിത്രകൂടാജലോത്തമാംഗസ്ഥിതം വിശ്വാവിമോഹനമായ ലങ്കാപുരം യുദ്ധാങ്കണം കാണതിലങ്ങു ശോണിതാകർദ്ദമാംസാസ്തി പൂർണ്ണം ഭയങ്കരം അത്രൈവ വാനരാരാക്ഷസന്മാർ തമ്മിലെത്രയും ഘോരമായുണ്ടായ സങ്കരം അത്രൈവ രാവണൻ വീണു മരിച്ചിരുന്നസ്ത്രമേറ്റുത്തമേ നിന്നുടെ കാരണം കുംഭകർണന്റെ മകരാക്ഷനും എന്നുടെ അമ്പുകൊണ്ടത്രേ മരിച്ചിതു വല്ലഭേ വൃത്രാരിജിത്തമതികായനം പുനാരത്ര സൗമിത്രീ അസ്ത്രമേറ്റുത്തമേ വീണു മരിച്ചത് പിന്നെയും മറ്റുള്ള കൗണവന്മാരെ കവികൾ കൊന്നിടിനാൻ സേതു ബന്ധിച്ചതും കാണടോ സാഗരെ സേതു ബന്ധിച്ചതിന്നു നീയല്ലയോ സേതുബന്ധം മഹാതീർത്ഥം പ്രിയേ പഞ്ചപാതക നാശനം ത്രൈലോക്യപൂജിതം കണ്ടാലുമുണ്ടാം ദുരിതാ വിനാശനം കണ്ടാലും ഇങ്ങതിന്നത്ര രാമേശ്വരം എന്നാൽ പ്രതിഷ്ഠിതനായ മഹേശ്വരൻ വന്നകാഭൂഷണൻ തന്നെ വണങ്ങു നീ അത്ര വന്നെന്നെ ശരണമായി പ്രാപിച്ചിരുത്തമനായ വിഭീഷണൻ വല്ലഭേ പുഷ്കരാനേത്രേ പുരോഭുവി കാണടോ കിഷ്കിന്ധയാകും കവീന്ദ്രപുരീമിമാം ശ്രുത്വാ മനോഹരം പത്തുവാക്യം മുതാപത്തി സുതയു അപേക്ഷിച്ചിതന്നേരം താരാദികളായുള്ള വാനരാസുന്ദരിമാരെയും കണ്ടങ്ങു കൊണ്ടുപോയിടണം കൗതൂഹലാമയോധ്യാപുരിവാസിനം ചേതസീപാരമുണ്ടായി വരും നിർണയം വാനരാവീരരും ഒട്ടുനാളുണ്ടല്ലോ മാനിനിമാരെ പിരിഞ്ഞിരുന്നിടുന്നു ഭർത്തൃവിയോഗജ ദുഃഖമിന്നോളം ഇത്ര ലോകത്തിങ്കൽ ആരറിഞ്ഞിട്ടുള്ളൂ എന്നാൽ ഇവരുടെ വല്ലഭമാരെയും ഇന്നു തന്നെ കൂട്ടിക്കൊണ്ടുപോയിടണം രാഘവൻ ത്രൈലോക്യ നായകനായുള്ളിൽ ആകൂതമപ്പോൾ അറിഞ്ഞു വിമാനവും ശോണീതലം നോക്കി മന്ദമന്ദം തണതു കണ്ടരുൾ ചെയ്തു രഘുത്തമൻ വാനരാവീരകരെ നിങ്ങൾ നിജാമാനിജിമാരെ വരുത്തിവീനെ വരും മർക്കടാവീരതു കേട്ടുമോദേന കിഷ്കിന്ത മുക്കും നിജാങ്കനാമാരെയും പോകുന്നു ചൊല്ലി വിമാനം കരറ്റിനാർ താരാർമകളായ ജാനകീദേവിയും താരാരുമാദികളോടും മോദാന്യുതം ആലോകനാലാപമന്ദഹാസാദികാളിംഗന ഭ്രൂജലനാദികൾ കൊണ്ടു സംഭാവനം ചെയ്തവരുമായി വേഗേന സംപ്രീതി പൂണ്ടു തിരിച്ചു വിമാനവും വിഷയിക നായകൻ ജാനകിയോടരുളി ചെയ്തു പരമാനന്ദ സംയുതം പശ്യാമനോഹരേ ദേവി വിചിത്രമം ദൃശ്യമൂകാജലാമുത്തുംഗമെത്രയും അത്രൈവ വൃത്രാരിപുത്രനെ കൊന്നതും ഉദ്ഗാഞ്ചി പഞ്ചാവടി നാമിരുന്നിടം വന്ദിച്ചു കൊൽകാശ്രമം ഭക്തി പൂണ്ടിവരക്ഷി സുദേശനാശ്രമത്തെയും ചിത്രകൂടാജലം പണ്ടു നാം വാണേടം അത്രൈവ കണ്ടു ഭരതനെ നാമിടോ ഭദ്രേ മുതാ ഭരദ്വാജാശ്രമം ഗംഗ ശുദ്ധീകരം യമുനാതടശോഭിതം ഗംഗാ നദീയതിന്നങ്ങേതിരങ്ങു ശൃംഗിവേരങ്കുഹൻ വാഴുന്ന നാടെടോ പിന്നെ സരയൂ നദിയതിന്നങ്ങേതു ധന്യമയോധ്യ നഗരം മനോഹരേ ഇഥാമരുൾ ചെയ്ത നേരത്തു രാഘവൻ ഇതാമറിഞ്ഞാശു താണു വിമാനവും വന്ദിച്ചിതു ഭരദ്വാജ മുനീന്ദ്രനെ നന്ദിച്ചനുഗ്രഹം ചെയ്തു മുനീന്ദ്രനും രാമനും ചോദിച്ചിരിപ്പോൾ അയോധ്യയിൽ ആമയാമേതുമൊന്നില്ലയല്ലീ മുനെ മാതൃജനത്തിനും സൗഖ്യമല്ലീ മമാസോദരന്മാർക്കും ആചാര്യാജനത്തിനും താപസശ്രേഷ്ഠാനരുൾ ചെയ്തിതന്നേരം താപാമൊരുവർക്കുമില്ല അയോധ്യാപുരേ നിത്യം ഭരതശത്രുഘ്നന്മാർ ശുദ്ധമാകും ഫലമൂലവും ഭക്ഷിച്ചു ഭക്യാ ജടാവൽക്കലാദികാലം പൂണ്ടു സത്യസ്വരൂപനം നിന്നെയും പാർത്താനന്ദ സിംഹാസനേ പാതുകം വച്ചു
മോഹം ത്യജിച്ചു പുഷ്പാഞ്ജലിയും ചെയ്തു കർമ്മങ്ങളെല്ലാം അതിങ്കൽ സമർപ്പിച്ചു സമ്മതന്മാരായി ജീവിക്കുന്നിതെപ്പോഴും തൽപ്രസാദത്താൽ അറിഞ്ഞിരിക്കുന്നിതു ചിൽപുരുഷ പ്രഭോ ശാന്തമൊക്കെ ഞാൻ സീതാഹരണവും സുഗ്രീവസഖ്യവും യാതുദാനന്മാരെയൊക്കെ വധിച്ചതും യുദ്ധപ്രകാരവും മാരുതി തന്നെ യുദ്ധാപരാക്രമാവും കണ്ടിതൊക്കവേ ആദ്യമന്ത്യാന്തമില്ലാത്ത വരബ്രഹ്മ ഏതും തിരിച്ചരുതൊരു വസ്തു ഏതും തിരിച്ചരുതാതൊരു വസ്തുനി സാക്ഷാൽ മഹാവിഷ്ണു നാരായണനായ മോക്ഷപ്രദൻ നിന്തിരുവടി നിർണയം ലക്ഷ്മി ഭഗവതി സീതയാകുന്നതും ലക്ഷ്മണനായ ധനന്തന്റെ കൽപ്രഭു ഇന്ന് ശുദ്ധമാക്കിയിടേണം മമാശ്രമം ചെന്നയോധ്യാപുരം ബുക്കിയിലടുത്ത നാൾ കർണാമൃതാമം മുനിവാക്കു കേട്ടുപോയി പർണശാലാമകം ബുക്കി ദൂരാഘവൻ പൂജിതനായി വൃത്തിഭാര്യ സമന്വിതം രാജീവനേത്രനും ബോധി പൂണ്ടിടിനാൻ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ രാമ
കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. പറയണത് കേൾക്കാൻ പറ്റണ്ട? കേൾക്കണ്ട? അപ്പോൾ നമ്മൾ അയോധ്യയിലേക്ക് വിഭീഷണൻ എല്ലാം കഴിഞ്ഞപ്പോൾ വിഭീഷണൻ പറയണു അയോധ്യയിലേക്ക് പോവാണ് എന്ന് പറഞ്ഞപ്പോൾ വിഭീഷണൻ പറയാണ് കുറച്ച് ദിവസം ഒരു ദിവസം ഇവിടെ നിന്ന് സൽക്കാരമൊക്കെ സ്വീകരിച്ച് ഇവിടെ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നാളെ തിരിച്ചു പോവാമെന്ന് പറയും. അപ്പോൾ പറയും അത് ഒരിക്കലും സാധിക്കില്ല, ഭരതശത്രുഘ്നന്മാരോടൊത്ത് കൂടിയിട്ടല്ലാണ്ട് ഞാൻ ഒരു ആഡംബരങ്ങളിലും പങ്കുകൊള്ളില്ല, എൻ്റെ രാജ്യത്ത് പോയിട്ടല്ലാണ്ട് ഞാൻ വേറെ എവിടെയും പോയി താമസിക്കില്ല, സ്നാനം ഭോജനം തുടങ്ങിയതൊക്കെ മറ്റേ ഞാൻ അയോധ്യയിൽ ചെന്നതിന് ശേഷമേ ഉള്ളൂ. അതുകൊണ്ട് 14 വർഷം എന്ന് പറയുന്ന ദിവസം കാത്തിരിക്കുകയാണ് അവർ. ഞാൻ 14 വർഷം തികയണേൻ്റെ അടുത്ത ദിവസം വരണമെങ്കിൽ അവർ അതുവരെ കാത്തിരിക്കില്ല, അഗ്നി കൂട്ടിയിട്ട് ദേഹത്യാഗം ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കണേ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞ സമയം ഏതാണ്ട് ആവാറായിട്ട് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് പോകണം. ഒരു കാര്യം ചെയ്തോളൂ, ഞാനിതെല്ലാം സ്വീകരിച്ചതിന് എനിക്ക് തന്നതിനൊക്കെ സമമാണ്, വാനരന്മാർക്ക് വേണ്ടതൊക്കെ കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ചോളൂ എന്ന് പറയും. അങ്ങനെ വാനരന്മാർക്ക് മതി വരുവോളം ആഹാരങ്ങളും ഒക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ചിട്ട് ഇനി അയോധ്യയിലേക്ക് പോകാനായിട്ട് ആ പുഷ്പക വിമാനത്തിനെ വരുത്തുകയാണ്. അപ്പോൾ ആ ഭഗവാൻ പറഞ്ഞ സമയത്ത് തന്നെ ശ്രീരാമസ്വാമി ചിന്തിച്ചപ്പോഴേക്കും ആ പുഷ്പക വിമാനം അവിടെ വന്നെത്തി. അങ്ങനെ ആ സീതയോട് കൂടിയിട്ട് എല്ലാവരും തൊഴുതുകൊണ്ട് സീതയുടെ കയ്യും പിടിച്ചിട്ട് പുഷ്പക വിമാനത്തിലേറി ലക്ഷ്മണനൊക്കെ കയറി കഴിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും സുഗ്രീവനോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും എന്നെ അത്രയും അധികം സഹായിച്ചത് കൊണ്ടാണ് ഇന്ന് എനിക്ക് ഈ ഒരു ഭാഗ്യം കിട്ടിയത്. അതുകൊണ്ട് നിങ്ങളിനി എത്രയോ കാലമായില്ലേ വന്നിട്ട് രാജ്യമൊക്കെ ഉപേക്ഷിച്ചിട്ട്, അപ്പോൾ നിങ്ങളിനി ആ രാജ്യത്തൊക്കെ പോയിട്ട് സുഖമായിട്ട് ഇരിക്കുമോ. അതുപോലെ വിഭീഷണനോട് പറഞ്ഞു, ഇനി അവിടെ പോയിട്ട് ബന്ധുക്കളോട് കൂടിയിട്ട് രാജ്യമൊക്കെ ഭരിച്ച് സന്തോഷമായിട്ട് ജീവിച്ചോളൂ എന്ന് പറയുന്നു. അപ്പോൾ ആ സമയത്ത് എല്ലാവരും കൂടി ഭഗവാന്റെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്, അങ്ങയുടെ കൂടെ ഞങ്ങൾക്കും അയോധ്യയിൽ വരണം എന്നൊരു മോഹമുണ്ട്. അവിടെ വന്നിട്ട് ആ കൗസല്യാദികളായിട്ട് അമ്മമാരെയൊക്കെ കണ്ട് നമസ്കരിച്ചിട്ട് അങ്ങയുടെ പട്ടാഭിഷേകം ഒക്കെ കൂടിയിട്ട് ശ്രീരാമന് അവിടെ അഭിഷേകമൊക്കെ കഴിച്ച് ആ ചക്രവർത്തിയാക്കി വാഴിച്ചിട്ട് ഞങ്ങൾക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹമുണ്ട്, അങ്ങ് അനുവദിക്കണം എന്ന് പറഞ്ഞ് നമസ്കരിക്കും. അപ്പോൾ ശ്രീരാമചന്ദ്രപ്രഭു പറയാവൂ, എൻ്റെ ഉള്ളിൽ തോന്നിയൊരാഗ്രഹമാണ് അത്, എനിക്കും അത് തന്നെയാണ് ആഗ്രഹം. പക്ഷെ നിങ്ങളൊക്കെ നിങ്ങളുടെ നാടും വീടൊക്കെ പിരിഞ്ഞ് കുറേ ആയില്ലേ, സമാധാനമില്ലാണ്ട് യുദ്ധമൊക്കെ അല്ലേ, അതുകൊണ്ട് ഞാനിനിയിപ്പോൾ വിളിച്ചാൽ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാവോ എന്നൊക്കെ കരുതിയിട്ടാണ് ഞാൻ വിളിക്കാഞ്ഞത്. നിങ്ങളിത് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം, എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം പോലെ തന്നെയല്ലേ നിങ്ങൾ പറഞ്ഞത്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ആ പുഷ്പക വിമാനത്തിൽ കയറി ആ വിമാനം ഉയർന്ന് പൊന്തി ആകാശത്തിലേക്ക് പോയി. അപ്പോൾ ശ്രീരാമചന്ദ്രപ്രഭു തൻ്റെ ആ മടിയിൽ സീതാദേവിയെ എടുത്ത് വെച്ചുകൊണ്ട് ഇരിക്കുന്നു. എന്നിട്ട് ജാനകിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അത് കണ്ടോ, താഴെ കണ്ടോ ത്രികൂടപർവ്വതം, മുകളിലേക്ക് അങ്ങോട്ട് ഉയർന്ന താഴെ നല്ലോണം കാണുമല്ലോ, അതിൻ്റെ ആ മുന്നിൽ അതാണ് ഇപ്പം നമ്മൾ വന്ന ലങ്കയാണത്. അവിടെ ഒരു ഭാഗത്ത് കണ്ടോ ചോരയും ഇതൊക്കെ അസ്ഥികളും കിടക്കണേ, അതാണ് പടക്കളം. അപ്പുറത്ത് രാമൻ ഓരോരുത്തരെയും വധിച്ചതും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ സേതുബന്ധനം കാണിച്ചു കൊടുത്തു. പിന്നെ പഞ്ചപാപങ്ങളെ നശിപ്പിക്കും സേതുബന്ധനത്തിൽ വന്ന് സേതുബന്ധനം കണ്ട് രാമേശ്വരനായ ആ ഭഗവാനെ തൊഴുതാൽ 5 വിധത്തിൽ നമ്മൾ ചെയ്ത പഞ്ചപാതകങ്ങൾ, മഹാപാതകങ്ങളാണ് പഞ്ചപാതകങ്ങൾ, അതെല്ലാം ഇല്ലാണ്ടാവും എന്ന് പറയണം. പിന്നെ അങ്ങനെ ഓരോന്നും കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞതാ ഇവിടെ വന്നിട്ടാണ് ഞാൻ
ഇവിടെ വന്നിട്ടാണ് വിഭീഷണൻ എന്നെ അഭയം പ്രാപിച്ചത്. ഇത് കണ്ടോ, കിഷ്കിന്ധ നഗരിയാണ് ഈ കാണുന്നത്. ഇവിടെ വച്ചിട്ടാണ്, ഇവിടെയാണ് സുഗ്രീവൻ്റെയൊക്കെ നാടാണ് ഇത് എന്ന് പറഞ്ഞു. അപ്പോൾ സീതാദേവി പറഞ്ഞു, എനിക്ക് താരെ തുടങ്ങിയിട്ടുള്ള ആ വനസ്ത്രീകളെ കൂടി കാണണമെന്ന് ആഗ്രഹമുണ്ട്, നമുക്ക് അവരെയും കൂട്ടിക്കൊണ്ട് പോവാം അയോധ്യയ്ക്ക്. അവരും എത്രയോ കാലമായിട്ട് അവരുടെ ഭർത്താവിനെ പിരിഞ്ഞിരിക്കണം. അപ്പോൾ സന്തോഷമായിട്ടുള്ളൊരു കാര്യത്തിലേക്ക് കൊണ്ടുപോയി അവർക്കും സന്തോഷം ഉണ്ടാവും, അതുപോലെ അയോധ്യാവാസികൾക്കും സന്തോഷം ഉണ്ടാവും. ഒരു ഭർത്താവിനെ പിരിഞ്ഞിരിക്കുന്ന ദുഃഖം എന്നെപ്പോലെ അനുഭവിച്ച ഒരാളും ഈ ലോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം അവരുടെ ദുഃഖം, അതുകൊണ്ട് അവരെയും കൂടി കൂട്ടണം എന്ന് പറഞ്ഞു. അങ്ങനെ അവരെയും കൂടി കൂട്ടി അവിടെ കിഷ്കിന്ധയിൽ ഇറങ്ങി അവരെയും കൂടി കൂട്ടിയിട്ട് വീണ്ടും പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ വീണ്ടും കാണിച്ചു കൊടുക്കണു, ഋഷ്യമുഖ പർവ്വതം കാണിച്ചു കൊടുക്കണു, അവിടെ വെച്ച ബാലിയെ വധിച്ചത് എന്ന് കാണിച്ചു കൊടുക്കണു. പിന്നെ പഞ്ചവടി കാണിച്ചു കൊടുക്കണു. സുധീഷ്ണാശ്രമത്തെ കണ്ട് നമസ്കരിക്കുന്നു. യമുനാതടത്തിൽ ശോഭിക്കുന്ന ആ ഭരദ്വാജാശ്രമം, ഗംഗാനദി, ആ ഗുഹൻ വാഴുന്ന ശിങ്കിവേരപുരം, സരയൂ നദി ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അകലെ കാണാണ്ടോ അതാണ് അയോധ്യ നഗരം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രീരാമൻ്റെ മനസ്സ് അറിഞ്ഞുകൊണ്ട് ഭരദ്വാജമുനിയുടെ അടുത്ത്, അവിടെ ആശ്രമത്തിൻ്റെ അടുത്തേക്ക് വിമാനം താഴ്ന്നിറങ്ങിയപ്പം ആ മുനിയെ നമസ്കരിച്ചിട്ട് മുനിയോട് ചോദിച്ചു, അയോധ്യയിലെ എല്ലാവർക്കും സുഖമല്ലേ, ആർക്കും വിഷമമൊന്നുമില്ല അല്ലോ, അമ്മമാരൊക്കെ നന്നായിരിക്കണില്ലേ, എല്ലാ അനിയന്മാർക്കൊക്കെ സുഖമല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറഞ്ഞു, അയോധ്യയിൽ ആർക്കും ഒരു അസുഖമില്ല, എല്ലാവരും സൗഖ്യമായിട്ടിരിക്കുകയാണ്, സന്തോഷമായിട്ടിരിക്കുകയാണ്. ഭരതശത്രുഘ്നന്മാർ നിത്യവും വനത്തിലെന്ന പോലെയാണ് കഴിയണത്. ജടാവൽക്കലൊക്കെ ധരിച്ച്, കാഷായ വസ്ത്രമൊക്കെ ധരിച്ച്, പക്കുപലാദികളൊക്കെ ഭക്ഷിച്ചുകൊണ്ട് നിലത്ത് മരവ് വിരിച്ച് കിടന്ന്, അങ്ങനെ അങ്ങയുടെ സിംഹാസനത്തിൽ ഇന്നേ വരെ ഭരതൻ ഇരുന്നിട്ടില്ല, അവിടെ അങ്ങയുടെ പാതുകകളെ വെച്ച് പൂജിക്കുകയാണ് എന്നൊക്കെ പറയുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ജ്ഞാനദൃഷ്ടി കൊണ്ട് നടന്ന എല്ലാ കാര്യങ്ങളും ഞാൻ കണ്ടറിഞ്ഞു എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അങ്ങനെ ലക്ഷ്മി അങ്ങ് ലോകനാഥൻ തന്നെയാണ്, സാക്ഷാൽ ലക്ഷ്മി ഭഗവതിയാണ്, സീത എന്നൊക്കെ അനന്തനാണ്, ലക്ഷ്മണൻ എന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അങ്ങയുടെ പാദസ്പർശം കൊണ്ട് ഈ ആശ്രമം പരിശുദ്ധമായി. അടുത്തത് ഇവിടെ എൻ്റെ കൂടെ ഇന്നൊരു ദിവസം ഇരുന്നിട്ട് അടുത്ത ദിവസം അയോധ്യ അടുത്തെത്തിയല്ലോ, അടുത്ത ദിവസം അയോധ്യയിലേക്ക് പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ മഹർഷിയുടെ വാക്കുകളൊക്കെ കേട്ടപ്പോൾ അന്ന് അവിടെ ആ പർണശാലയിലിരുന്നു. അപ്പോൾ അവിടെ ഇരുന്നപ്പോഴും രാമൻ്റെ ആ മനസ്സ് എന്താണ്, ഭരതശത്രുഘ്നന്മാരെ കുറിച്ചുള്ള വേവലാതിയാണ് അല്ലേ. അപ്പോൾ ഹനുമാൻ സ്വാമിയോട് പറഞ്ഞേക്കുന്ന ഭാഗങ്ങളാണ് ഇനി പാരായണം ചെയ്യുന്നത്. ആ ഭാഗം കൂടിയും പാരായണം ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ പാരായണ അയോധ്യ പ്രവേശം വരെ പാരായണം ചെയ്ത് സമർപ്പിക്കാം. ബാക്കി ഭാഗങ്ങൾ നാളെ പാരായണം ചെയ്യാൻ പറ്റട്ടെ. നാളെ വീണ്ടും പറയണു, നാളെ പട്ടാഭിഷേകമാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നാളെയും മറ്റന്നാളും വന്നിരിക്കുക, 2 ദിവസം വന്നിരിക്കുക. നാളെയും മറ്റന്നാളും കൂടി എല്ലാവരും വരണം. ഒരാളും എന്ത് കാര്യം വെച്ചിട്ട് ഉപേക്ഷ വയ്ക്കരുത്. നാളെ വരിക. നാളെ വന്നാൽ പട്ടാഭിഷേക ഭാഗങ്ങളൊക്കെ വായിച്ചിട്ട് നമുക്ക് ആ ഭഗവാനെ സമർപ്പിക്കാം. അത് കഴിഞ്ഞാൽ അതിനടുത്ത ദിവസം നമുക്കറിയണ പോലെ അഷ്ടോത്തരം, ശ്രീരാമ അഷ്ടോത്തരം ഇത് കൊണ്ടുവന്നിട്ടുണ്ടോ? ആരെ കൊണ്ടുവരാൻ? അപ്പോൾ അത് പോണതിന് മുമ്പ് എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഇത് വായന കഴിഞ്ഞിട്ട് പോയാൽ, അപ്പോൾ അതെല്ലാവരുടെ കയ്യിൽ ഇന്ന് തന്നെ തരും. അത് സൂക്ഷിച്ച് എടുത്തു വയ്ക്കുക. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് അക്ഷരം തെറ്റാതിരിക്കാനാണ്. അത് നോക്കി നമുക്ക് കഴിയുന്നത് പോലെ നമുക്കത് സമർപ്പിക്കാൻ പറ്റുള്ളൂ. നാമം മാത്രമേ സമർപ്പിക്കാൻ പറ്റുള്ളൂ. അത് ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ചിട്ട് വിളക്കൊക്കെ ഇവിടുന്ന് തരാമെന്ന് പറഞ്ഞു. പുഷ്പങ്ങൾ പറ്റുന്നവരൊക്കെ പുഷ്പങ്ങൾ കൊണ്ടുവരിക. അപ്പോൾ ആ പുഷ്പങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പുഷ്പങ്ങൾ കുഴപ്പമില്ല, വേണമെങ്കിൽ ഈ ചെട്ടിമല്ലിപ്പൂക്കളുണ്ടല്ലോ, ചെട്ടിമല്ലിപ്പൂക്കൾ, അങ്ങനത്തെ പൂക്കളുണ്ടെങ്കിൽ സുഖാത് ഉതിർത്ത് കഴിഞ്ഞാൽ കുറച്ചധികം ഉണ്ട് അർച്ചന ചെയ്യുമ്പോഴേ. അപ്പോൾ എങ്ങനെയാ സൗകര്യമുള്ള വെച്ചാൽ കുറച്ച് പൂവ്, കാരണം എല്ലാവർക്കും പൂവ് വേണമല്ലോ. അപ്പോൾ അതാണെങ്കിൽ കുറച്ച് നല്ലതാണത്. എവിടുന്നെങ്കിലും വാങ്ങിക്കൊണ്ടുവരിക എങ്ങനെയും ചെയ്തിട്ട് അതിങ്ങനെ ഉതിർത്തിയിട്ടാൽ കുറച്ചധികം പൂക്കളുണ്ടാവും. പൂക്കളൊക്കെ കഴിയണതിനനുസരിച്ച് തരാനായിട്ട്, അഥവാ നമ്മുടെ കയ്യിലുള്ള പൂക്കൾ കഴിഞ്ഞു വെച്ചാലും നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി.
അപ്പോൾ ആ വിളക്കിൻ്റെ മുമ്പിലിരുന്ന് നമുക്ക് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കണം, അർച്ചിക്കണോ എന്നുള്ള ഭാവത്തിൽ ആ പൂക്കളെ അവിടെ സമർപ്പിച്ചിട്ട് ആ പൂക്കളെല്ലാം ഇവിടെ ഭഗവാന് സമർപ്പിച്ച് നമുക്ക് നമ്മുടെ പാരായണം സമർപ്പിക്കാം. അപ്പോൾ അതിന് എല്ലാവർക്കും സാധിക്കട്ടെ. ഇന്ന് ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഇത് കേട്ട എല്ലാവരും മറ്റന്നാൾ ആ വിളക്ക് പൂജയ്ക്ക് ഉണ്ടാവണം എന്നും കൂടി അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ഭാഗം കൂടി വായിച്ചിട്ട് ഇവിടെ സമർപ്പിക്കാം. എന്താ വേണ്ടേ? ഏത്? അത് കുഴപ്പമില്ല. അത് 2 പേര് അതൊന്നും ഇല്ലെങ്കിൽ 2 പേര് കൂടി ഒരു കുഴപ്പമില്ല. അതൊന്നും നോക്കാം. ഇവിടുന്ന് ഇവിടുന്ന് ജപിക്കുമല്ലോ. അപ്പോൾ അത് കേട്ടും ജപിക്കാം. തൽക്കാലത്തേക്കൊന്ന് ആക്കിയാൽ മതി. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ രാമ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. പിന്നെ മുഹൂർത്തമാത്രം നിരൂപിച്ചതാ ചന്ദാനനീലാത്മജനോടു രാഘവൻ ചെന്ന അയോധ്യാപുരം പ്രാപിച്ചു സോദരൻ തന്നെയും കണ്ടു വിശേഷമറിഞ്ഞു നീ വന്നിടുകെന്നോടെ വൃത്താന്തവും പുനരൊന്നൊഴിയാതെ അവനോട് ചൊല്ലണം. പോകുന്ന നേരം മുഖേനയും ചെന്നു കണ്ടേ കാന്തമായി അറിയിച്ചിടവസ്ഥകൾ. മാരുതി മാനുഷാവേഷം ധരിച്ചുപോയി ശ്രീരാമവൃത്തം ഗുഹനയും കേൾപ്പിച്ചു. സത്വരം ചെന്നു നന്ദിഗ്രാമം ഉൾപ്പുക്കു ഭക്തനായിടും ഭരതനെ കൂപ്പിനാൻ. ശ്രീ സംഗമേശ്വരായ നമ. കൂടൽ മാണിക്യസ്വാമി ശരണം. പാതുകവും വച്ചു പൂജിച്ച നാരദം ചേതസാരാമനെ ധ്യാനിച്ചു ശുദ്ധനായി സോദരനോടു മമാത്യജനത്തോടും ആദരാപൂർവം ജടാവൽക്കലം പൂണ്ടു മൂലാഫലവും ഭുജിച്ചു കൃശങ്കനായി ബാലനോടും കൂടെ വാഴുന്നതു കണ്ടു മാരുതിയും ബഹുമാനിച്ചിതേറ്റവും ആരുമില്ലിത്ര ഭക്തന്മാരവനിയിൽ എന്നു കൽപ്പിച്ചു വണങ്ങി വിനീതനായി നിന്നു ഉന്മധൂരമമ്മാറു ചൊല്ലിടിനാൻ. അഗ്രജൻ തന്നെ മുഹൂർത്തമാത്രേണ നിന്നഗ്രേ നിരാമയം കാണാം ഗുണനിധേ. സീതയോടും സുമിത്രാത്മജൻ തന്നോടും ആദരവേറും പ്ലവകാകുലത്തോടും സുഗ്രീവനോടും വിഭീഷണൻ തന്നോടും ഉഗ്രമായുള്ള രക്ഷോബലം തന്നോടും പുഷ്പകാമം വിമാനത്തിന്മേലേറി വന്നിപ്പോളിവിടെ ഇറങ്ങും ദയാപരൻ. രാവണനെ കൊന്നു ദേവിയെയും കൊണ്ടു ദേവകളാലഭിവന്ദിതനാകിയ രാഘവനെ കണ്ടു വന്ദിച്ചു മാനസേ ശോകവും തീർന്നു വസിക്കാമിനിച്ചിരം. ഇത്തമാകർണ്യ ഭരതകുമാരനും ബദ്ധമോദം വിമോചിതനായി വീണു സത്വരാമാശസ്തനായ നേരം പുനരുദ്ധായ ഗാഠമായ ലിംഗനം ചെയ്തു വാനരാവീരാശിരസി മുതാ ആനന്ദബാഷ്പാഭിഷേകവും ചെയ്തിതു. ദേവോത്തമനോ നരോത്തമനോ ഭവാൻ ഏവമെന്നെ കുറിച്ചിത്രാകൃപയോടും ഇഷ്ടവാക്യം ഇതിനനുരൂപമായി തുഷ്ട്യാതരൂപതീനില്ല മറ്റേതുമേ. ശോകം മതീയം കളഞ്ഞു ഭവാനു ഞാൻ ലോകം മഹാമേരു സാഗം തരുകിലും തുല്യമായി വന്നുകൂടാ പുനാരെങ്കിലും ചൊല്ലിയിടടോ രാമകീർത്തനം സൗഖ്യതം. മാനവാനാഥനു വാനരന്മാരോടു കാനനെ സംഗമമുണ്ടായതെങ്ങിനെ വൈദേഹിയെ കണ്ടുകൊണ്ടവാറെങ്ങിനെ യാതുദാനബുദ്ധിപനായ ആകിയ രാവണൻ ഇത്തരം ചോദിച്ച
രാജാകുമാരനോടുത്തരം മാരുതാപുത്രനും ചൊല്ലിനാൻ. എങ്കിലോ നിങ്ങളച്ചിത്രാകൂടാചലത്തിങ്കൽ നിന്നധീകലർന്നു പിരിഞ്ഞ നാൾ ആദിയായി ഇന്നോളമുള്ളോരവസ്ഥകൾ ഉൾക്കൊണ്ടു ചൊല്ലുന്നതുണ്ടു ഞാൻ ഒന്നൊഴിയാതെ തെളിഞ്ഞു കേട്ടിടുക വന്നു പോം ദുഃഖാവിനാശം തപോനിധേ എന്നു പറഞ്ഞറിയിച്ചാനഖിലവും മന്നവൻ തൻ ചരിത്രം പവിത്രം പരം ശത്രുഘ്നാമിത്രമാത്യവർഗവും ചിത്രം വിചിത്രമെന്നോർത്തുകൊണ്ടിടിനാൻ. ജാനകീ ജീവനസ്മരണം. ആഞ്ജനേയ സ്വാമിക്ക് ജയ് ജയ് ശ്രീരാധേശ്യാം. ഇപ്പോൾ അവിടെ താമസിക്കണം എന്ന് പറഞ്ഞ സമയത്ത് സന്തോഷത്തോടുകൂടി ശ്രീരാമചന്ദ്ര പ്രഭു അതിനെ സമ്മതിച്ചു എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ മുഴുവനും വേവലാതി ഇത് കഴിഞ്ഞിട്ട് പോയാൽ മതി, ഭരതനെക്കുറിച്ചിട്ടുള്ള ആ ഒരു വേവലാതിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു വേഗം ഹനുമാനെ വിളിച്ചിട്ട് ഇവിടെ അയോധ്യയിൽ പോയിട്ട് സംഭവിച്ചതൊക്കെ പറയണം, പോകുന്ന വഴിക്ക് ഗുഹനെ കണ്ടിട്ട് ആ വിശേഷങ്ങളെല്ലാം അവിടെ അറിയിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഹനുമാൻ സ്വാമി ഒരു ബ്രാഹ്മണ വേഷത്തിൽ പോയിട്ട്, ഒരു മനുഷ്യ വേഷത്തിൽ പോയിട്ട് അവിടെ ആദ്യം ഗുഹനെ കണ്ട് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ വേഗം അവിടെ ഭരതനെ കാണുകയാണ്. അപ്പോൾ ആ ഭരതനെ കാണുമ്പോൾ സിംഹാസനത്തിലെ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ പാതുകങ്ങളൊക്കെ വച്ചിട്ട് ശ്രീരാമനെ ധ്യാനിച്ചിട്ട് രാമനാമം ജപിച്ചുകൊണ്ട് ശുദ്ധനായിട്ട് ജടാവൽക്കലങ്ങളൊക്കെ ധരിച്ചിട്ട് മൂലഫലങ്ങളൊക്കെ ഭക്ഷിച്ചിട്ട് ശരീരം മെലിഞ്ഞ ശരീരത്തോടു കൂടിയിട്ട് അനുജനോടും മന്ത്രിമാരോടും കൂടി വാഴുന്ന ആ ഭരതനെ ആ ശ്രീരാമചന്ദ്രപ്രഭു നമ്മുടെ കൂടൽമാണിക്യസ്വാമിയെ ശ്രീരാമചന്ദ്രപ്രഭു ഹനുമാൻ സ്വാമി കാണുകയാണ്. ആ കണ്ടപ്പോൾ അത്രയും ആ ഭക്തിയോടുകൂടി കണ്ട ആ നമ്മുടെ സംഗമേശൻ നമ്മുടെ കൂടൽമാണിക്യസ്വാമിയെ നമുക്കും ഒരു ശ്ലോകം ചൊല്ലിയിട്ട് പ്രാർത്ഥിക്കാം. ഭംഗമൊന്നുമണയാതെ കേവലം മംഗളങ്ങളരുളും മഹാജനം സംഗമായി വരിൽ വന്നു ചേരുവാൻ സംഗമേശകനിയേണം എപ്പോഴും. ഒരു മനുഷ്യൻ്റെ മനുഷ്യജന്മം കിട്ടിയാൽ അതാണ് വേണ്ടത്. അത് യാതൊരു തടസ്സങ്ങളും ഇല്ലാണ്ട് നമുക്ക് നന്മ മാത്രം ഉദ്ദേശിച്ചു കൊണ്ടുള്ള മഹാജനങ്ങളുടെ സത്സംഗത്തിൽ ഇരുന്നു കൊണ്ട് ആ ഈശ്വരനെ ആശ്രയിച്ച് നാമം ജപിക്കാൻ സാധിക്കണം. അങ്ങനെ സാധിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണേ എന്ന് സംഗമേശനോട് പ്രാർത്ഥിക്കാം നമുക്ക് എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആ ഹനുമാൻ ഭരതനെ കാണുകയാണ്. ഭരതനെ കണ്ടപ്പോൾ അത്ഭുതം തോന്നി. ഇത്രയും വർഷങ്ങളായിട്ടല്ലേ നമുക്ക് ഉപേക്ഷിക്കാനൊക്കെ വേണ്ടാന്നൊക്കെ വയ്ക്കാനൊക്കെ ഉപേക്ഷിച്ചിട്ടിരുന്നാൽ, പക്ഷേ ഈ രാജ്യം നീ എടുത്തോളൂ, ഈ സകല സുഖങ്ങളും നീ എടുത്തോളൂ എന്ന് പറഞ്ഞ് സകലവും ഭരതന് കൊടുത്തിട്ടും അതിൽ ഒട്ടും മനസ്സ് വയ്ക്കാതെ കണ്ട് ഈ 12 വർഷക്കാലം യാതൊരു വിധത്തിലും, അതായത് ആ ഭരണകാര്യങ്ങളൊക്കെ ഭരണ നിപുണതയോടുകൂടെ ചെയ്തിട്ട് ഇനി കാണാം എങ്ങനെയാണ് അയോധ്യ ഭരിച്ചത് എന്നുള്ളത്. എത്ര പരിശുദ്ധമാക്കി തീർത്തു, എത്രയും പവിത്രമാക്കി തീർത്തു. അയോധ്യയിലുണ്ടാവുന്ന ഓരോ അഭിവൃദ്ധികളെയും പറ്റിയിട്ട് പറയും ഭരതൻ ചെയ്തതിനെ പറ്റിയിട്ട്. അപ്പോൾ അത്രയും നന്നായിട്ട് ആ പരിപാലിക്കുന്നതിനിടയ്ക്ക് ഒരിക്കൽ പോലും ആ മനസ്സൊന്ന് വ്യതിചലിച്ചില്ല. അപ്പോൾ അത് മുഴുവനും ഏറ്റെടുത്തിട്ട് ആ സിംഹാസനത്തിലിരുന്ന് മഹാരാജാവായിട്ട് വാണുകൊണ്ട് ഈ രാജ്യം ഭരിച്ചാലും എൻ്റെ സഹോദരൻ സന്തോഷിക്കുകയുള്ളൂ, അല്ലേ? രാമചന്ദ്രപ്രഭു ഒരിക്കലും രാമചന്ദ്രപ്രഭുവിന് സന്തോഷം ഉണ്ടാവുള്ളൂ. അങ്ങനെ സന്തോഷിക്കുക ചെയ്യുക എന്ന് ഉറപ്പുണ്ടായിട്ട് പോലും ഒരു അല്പം പോലും മനസ്സ് വ്യതിചലിക്കാണ്ട് നമുക്ക് എല്ലാം ഉപേക്ഷിച്ചിട്ട് നമുക്ക് കിട്ടാൻ സൗകര്യമില്ലെങ്കിൽ നമുക്ക് വിരക്തിയൊക്കെ വരും.
എല്ലാവിധത്തിലുള്ള സുഖ ടി വി ഒരു ഭാഗത്തൂടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നു, അത് കാണാൻ ഇഷ്ടമുള്ളത്, നല്ല നല്ല ഭക്ഷണങ്ങൾ ഒരു ഭാഗത്തിരിക്കുന്നു, അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഒരു ഭാഗത്തിരിക്കുന്നു. ഇതൊക്കെ ഇരിക്കണതിൻ്റെ നടുവിലിരുന്നിട്ട് ഇതൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് വിരക്തിയോടുകൂടി ഒട്ടും ആസക്തി ഇല്ലാണ്ട് അതിൻ്റെ മുമ്പിലിരിക്കാൻ നമുക്ക് പറ്റുമോ? നമ്മളിപ്പോൾ ടി വി ഒന്നും വയ്ക്കാത്തതുകൊണ്ട് കാണില്ല, അത് വച്ച് വേറൊരാൾ വെച്ച് കണ്ടാൽ നമ്മൾ അയക്കൊന്ന് നോക്കും, പിന്നെ ഒരു കഥ കേൾക്കും, നാളെ അതെന്തായോ ഒന്നര കേട്ട കഥ. കാരണം നമുക്ക് വിരക്തിയൊന്നും വരണില്ല. അപ്പോൾ അത്രയും എല്ലാ സംഘങ്ങളും ഒഴിച്ചിട്ട്, എല്ലാ സംഘങ്ങളും ഒഴിഞ്ഞിട്ട്, എല്ലാ വിഗ്രഹങ്ങളും ഒഴിച്ചിട്ട് ആ സത്സംഗത്തിലിരിക്കാനായിട്ട്, അതൊരു സത്സംഗം തന്നെയാണ്. കാരണം സത്തായ ഈശ്വരനോട് മാത്രം ചേർന്ന് ഭഗവാനെ മാത്രം വിചാരിച്ച് ഭഗവാന്റെ നാമം വിചാരിച്ചപ്പോൾ നമുക്കൊരു വീട്ടിലിരുന്നിട്ട്, വീട്ടിലെ പണി കാരണം നാമം ജപിക്കാൻ നേരം കിട്ടണില്ല, ഭാഗവതം വായിക്കാൻ നേരം കിട്ടണില്ല, അമ്പലത്തിലേക്ക് വരാൻ നേരം കിട്ടണില്ല. നമ്മൾ പറയണല്ലേ, ഒരു വീട്ടിലിരുന്നു കൊണ്ട് ചെറിയ ഒരു ഗൃഹം ഭരിക്കണത്. അപ്പോൾ ഒരു രാജ്യം ഭരിക്കണ ആ ഭരതൻ ആ രാജ്യഭരണങ്ങളൊക്കെ വേണ്ടതുപോലെ ചെയ്തുകൊണ്ട് എല്ലാത്തിൽ നിന്നും വിരക്തനായിട്ട് ഒന്നിനും മമതയില്ലാണ്ട് സദാ ഈശ്വരനെ ആ രാമപാദത്തിൽ പൂജിച്ചുകൊണ്ട് രാമനിൽ മനസ്സ് ചേർത്ത് വെച്ച് നിൽക്കുക എത്ര വലിയൊരു ത്യാഗമാണ്. അങ്ങനെയുള്ള ആ ഭരതൻ്റെ ആ ഒരു ഭരതസ്വാമിയൊക്കെ നമ്മളുടെ തൊട്ടടുത്താണ് ആ ഭരതക്ഷേത്രമൊക്കെ വന്ന് പറയണു. ആ നന്ദിഗ്രാമം എന്ന് പറയണത് ഇരിങ്ങാലക്കുടയാണെന്നൊക്കെ ഇങ്ങനെ മഹാത്മാക്കളെ അനുസ്മരിച്ച് കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ആ ഒരു ഭരതസ്വാമിയുടെ ഒരു മഹത്വം ആലോചിച്ച് നോക്കൂ. എപ്പോഴും എല്ലാം ത്യജിക്കാൻ, എല്ലാത്തിൻ്റെ ഉള്ളിലിരുന്നിട്ട് കൊണ്ട് എല്ലാം ത്യജിക്കാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ അങ്ങനെയുള്ള പറയണു, ഇത്രയും ഭക്തിയുള്ളവർ ലോകത്ത് ആരും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ബഹുമാനത്തോട് കൂടിയിട്ട് വണങ്ങിക്കൊണ്ട് പറയണു, അങ്ങയുടെ ആ വിരഹ ദുഃഖമെല്ലാം ഒഴിവാക്കിക്കോളൂ. ജ്യേഷ്ഠനെ അങ്ങേക്ക് ഇന്ന് സീതാസമേതനായിട്ട് ജ്യേഷ്ഠനെ മുന്നിൽ കാണാൻ സാധിക്കും. ലക്ഷ്മണനും വാനര സൈന്യവും സുഗ്രീവനും വിഭീഷണനും രാക്ഷസപ്പടയും എല്ലാവരും കൂടി ഒരുമിച്ച് വരുന്നുണ്ട്. ആ രാവണനെ വധിച്ച് സീതയെ വീണ്ടെടുത്തിട്ട് ദേവന്മാരൊക്കെ കൂടിയിട്ട് ആദരിക്കപ്പെട്ട് ശ്രീരാമനെ ഇന്ന് കണ്ട് വണങ്ങിയിട്ട് അങ്ങേക്ക് ഇനി ദുഃഖമില്ലാണ്ട് വസിക്കാം എന്ന് പറഞ്ഞു. ബാക്കി എല്ലാ ദിക്കിലും ചെല്ലുമ്പോൾ ഹനുമാൻ എന്താ പറയുക, ഞാൻ അല്ലെ ദശരഥപുത്രനായിട്ടുള്ള ശ്രീരാമൻ്റെ ദൂതനായ ഹനുമാനാണ് എന്ന് പറഞ്ഞിട്ട് തുടക്കം മുതൽ ജനിച്ചതും നടന്നതും വധിച്ചതും എല്ലാ ദിക്കിലും ഈ കഥകൾ പൂർണ്ണമായിട്ട് പറയണ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒന്നും പറഞ്ഞില്ല. ഇവിടെ ആദ്യം എന്താ പറഞ്ഞ, അങ്ങേക്ക് ജ്യേഷ്ഠനെ ഇപ്പോൾ തിരുമുമ്പിൽ കാണാമെന്ന്. കാരണം ആ വിരഹത്തിനോണ്ട് തപിച്ചിരിക്കുന്ന ആ വിരഹതാപത്തിനെ ആ വാക്കുകളാകുന്ന മഞ്ഞുതുള്ളികളെ കൊണ്ട് തഴുകിയിട്ട് ആശ്വാസം നൽകുക എന്ന് പറഞ്ഞാൽ അതാണ്, അങ്ങനെയാണ് വേണ്ടത്. നമ്മൾ സന്ദർഭവും അവസരവും ഒക്കെ നോക്കിയിട്ട് സംസാരിക്കണമെന്ന് ഹനുമാൻ സ്വാമി പറയുകയാണ്. നമുക്കിങ്ങനെ ആ ചരിത്രം കേട്ട് നിൽക്കാനുള്ളൊരു മനസ്സൊന്നും ആ സമയത്ത് ഉണ്ടായിന്ന് വരില്ല. അപ്പോൾ ആദ്യം തന്നെ ആ കാര്യം അങ്ങോട്ട് അറിയിക്കുക അല്ലേ. കണ്ടു ഞാൻ സീതയെ എന്ന് പറയുന്ന പോലെ തന്നെയാണ്. അതാ ജ്യേഷ്ഠൻ വരുന്നുണ്ട് കേട്ടോ എന്നാണ് ആദ്യം വിളിച്ച് പറഞ്ഞത്. താൻ ആരാണെന്ന് പോലും പറഞ്ഞില്ല. എന്നിട്ട് പറഞ്ഞപ്പോൾ ഭരതന് ആദ്യം തന്നെ ആ ഉണ്ടായ സന്തോഷം കൊണ്ട് ഭരതൻ മോഹാലസ്യപ്പെട്ടു വീണു എന്നാണ് പറയണത്. അതായത് ആ മോഹാലസ്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ള പോലെയല്ല, എന്താ പറയുക, ഭക്തിയുടെ സമയത്ത് സമാധി ഭാവന വരിക. നമ്മൾ ആ ഭഗവാനിലെ ആ ഒരു ആനന്ദത്തിൽ വരുന്നൊരു ഭാവമാണ്. അങ്ങനെ വന്നുകൊണ്ട് ആ ഭരതൻ ഹനുമാനെ മുറുകെ പുണർന്നുകൊണ്ട് കണ്ണുനീര് വാർത്തുകൊണ്ട് ചോദിക്കുകയാണ്, ആരായാലും എൻ്റെ നേർക്ക് കൃപയോടുകൂടി ഈ പ്രേമം പറഞ്ഞില്ലേ, ആരായാലും വേണ്ടില്ല, എനിക്ക് സന്തോഷമായി. ഇതിന് തക്കത്തിൽ സമ്മാനമൊന്നും തരാൻ എൻ്റെ കയ്യിലില്ല എന്ന് പറയുക. കാരണം എന്താ, ഈ ദുഃഖം ഇല്ലാണ്ടാക്കി അങ്ങേക്ക് എന്ത് തരാൻ പറ്റും? മേരുപർവ്വതത്തിനോളം ഇതോടുകൂടി ലോകം തന്നെ പാരിതോഷികമായിട്ട് തന്നാലും മതിയാവില്ല. എന്നിരിക്കെ എന്തെങ്കിലും തരാൻ പറ്റും. അതുകൊണ്ട് ആ രാമൻ്റെ കഥ പറയൂ. എങ്ങനെയാണ് ആ രാമൻ വാനരന്മാരായിട്ട് സഖ്യം ഉണ്ടായത്? എങ്ങനെയാണ് രാവണൻ സീതയെ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ മുമ്പിൽ നിന്ന് എങ്ങനെ കൊണ്ടുപോയി സീതയെ? ഇതൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ
അപ്പോഴാണ് അതുവരെ ഉണ്ടായ എല്ലാ കാര്യങ്ങളും തുറന്ന് ഇങ്ങനെ വിശദമായിട്ട് പറഞ്ഞു. അത് കേട്ടിട്ട് എല്ലാവരും അത്യത്ഭുതം, വിചിത്രമായിട്ടുള്ള കഥകൾ കേട്ട് എല്ലാവരും അത്ഭുതത്തോടു കൂടി ഇരുന്നു എന്നുള്ള ഭാഗം വരെ വായിച്ച് നമ്മളിതാ ഇന്നിവിടെ സമർപ്പിക്കുന്നു. അയോധ്യ പ്രവേശം മുതൽ ഇനിയിപ്പോൾ രാമചന്ദ്രപ്രഭു വരെയാണ്. പ്രവേശം മുതൽ ശ്രീരാമ പട്ടാഭിഷേകം വരെയുള്ള ഭാഗങ്ങൾ നമുക്ക് നാളെ വായിച്ച് സമർപ്പിച്ച് അതിനുശേഷം വനരാദികൾക്കൊക്കെ അനുഗ്രഹം കൊടുത്തിട്ട് അയോധ്യയിലെ വാഴുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ഫലം ഒക്കെ വായിച്ചിട്ട് നമ്മൾ ശ്രീരാമ അഷ്ടോത്തര അർച്ചനയൊക്കെ ചെയ്ത് ഈ വർഷത്തെ രാമായണ പാരായണം ഇവിടെ സമർപ്പിക്കുകയാണ്. പക്ഷേ ഈ അമ്പലത്തിൽ ഇത് സമർപ്പിച്ചാലും നമ്മളുടെയൊക്കെ ഗൃഹങ്ങളിൽ നിത്യവും ഈ രാമായണം ഒരു പേജെങ്കിലും വായിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഇത് ഒരിക്കലും നിൽക്കാണ്ട് പ്രേമഗംഗ പോലെ ഭഗവാന്റെ പാദത്തിലേക്ക്, നമ്മുടെയൊക്കെ ഉള്ളിലുള്ള പരമമായ പ്രേമം ഗംഗ പോലെ ഭഗവാന്റെ പാദത്തിലേക്ക് അനസ്യൂതം ധാര പോലെ ഒഴുകണം. അപ്പോൾ ധാരയായിട്ട് നമുക്ക് ഭഗവാന് കൊടുക്കേണ്ട ഒരു ധാര മഹാദേവൻ എന്ന് വെച്ചാൽ ആരാ? ശിവൻ എന്ന് വെച്ചാൽ പരമമായ മംഗളം തരുന്നവനാണ്. ശിവൻ മംഗളസ്വരൂപനാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താണ് ശിവൻ? നമുക്ക് എന്താ തരിക? നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്നവനാണ് ശിവൻ. അപ്പോൾ ആ ശിവന് നമ്മുടെ മനസ്സിലൊക്കെ എന്തെങ്കിലും വിഷമങ്ങളുണ്ടാവുക, ദുഃഖങ്ങളുണ്ടാവുക, മനസ്സ് ചില കുട്ടികൾക്കൊക്കെ അങ്ങനെ മനസ്സിന് ചപലതയൊക്കെ വന്നിട്ട് എന്തെങ്കിലും മനോവിഭ്രമമൊക്കെ ഉണ്ടാകുമ്പോൾ എന്താ അതിനൊരു പ്രതിവിധി ചെയ്യണ്ടേന്ന് ചോദിക്കുമ്പോൾ പറയും ശിവന് ധാര നൽകാൻ പറയും. അപ്പോൾ ഇത്ര ഒരു മാസം അടുപ്പിച്ചിട്ട് എല്ലാ ദിവസവും ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് ധാരയ്ക്ക് കൊടുക്കൂ, ജലധാര കൊടുക്കൂ എന്ന് പറയും. അതൊരു പ്രതീകം മാത്രമാണ്. നമ്മൾക്ക് സദാ ശിവന് ധാര ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഇതുപോലെ ഈ ഭാഗവതമാകുന്ന അല്ലെങ്കിൽ രാമായണമാകുന്ന ഈ ഗംഗാജലം കൊണ്ട് ഭഗവാൻ ഇങ്ങനെ അഭിഷേകം ചെയ്യുക. ഭഗവാൻ വൈഷ്ണവാനാം യഥാശംഭു. ഭഗവാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഈ കഥകളെ കേൾക്കുമ്പോഴാണ്. എത്ര പറഞ്ഞാലും കേട്ടാലും കൊതി തീരാത്തതാണ് അല്ലേ? അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഈശ്വരന് ശിവന് ചെയ്യേണ്ട ആ ധാര, അപ്പം നമ്മുടെ മനസ്സിന് എന്തുണ്ടാവും? ശാന്തിയും സമാധാനമൊക്കെ ഉണ്ടാവും. അങ്ങനെ ധാര ചെയ്ത് ആ ധാര ആകുന്ന ആ അർപ്പണം ചെയ്തുകൊണ്ട് നാമം ജപിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ നാമം നമുക്ക് ആ ഭഗവാന്റെ അനുഭവമാക്കി തരും. ആ നാമം നമ്മുടെ എല്ലാ കർമ്മപ്രാരാബ്ധങ്ങളെയും നീക്കും. എല്ലാത്തിനും ആ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഇവിടെ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവാശരണം. മുല്ലോർലിത്തേവരേ ശരണം. സർവേശ്വര മംഗലത്തപ്പാ ശരണം. തലേക്കുളത്തമ്മേ ശരണം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ജാനകീ ജീവനസ്മരണം. ഹര നമ പാർവതീപതയേ. ആഞ്ജനേയ സ്വാമിക്ക് ഭംഗമൊന്നുമണയാതെ കേവലം മംഗളങ്ങളരുളും മഹാജനം. സംഗമായവരിൽ വന്നു ചേരുവാൻ സംഗമേശ കനിയേണമെപ്പോഴും. കൈതൊഴാം പരമേശാനി രാസമണ്ഡലവാസിനി രാസേശ്വരി നമിക്കുന്നേൻ കൃഷ്ണപ്രാണാധിക പ്രിയേ. പ്രസാദിക്കുക മൂലോകമാതാവേ കരുണാർണവേ. രമവിഷ്ണു ശിവാദ്യന്മാർ തൊഴും കാൽക്കാരിടും ശുഭേ.
തൊഴാം സരസ്വതി രൂപേ തൊഴാം സാവിത്രി ശങ്കരി ഗംഗപത്മാവതി രൂപേ ഷഷ്ടിമംഗള ചണ്ഡികേ കൈതൊഴാം തുളസി രൂപേ തൊഴാം ലക്ഷ്മി സ്വരൂപിണി തൊഴാം ദുർഗേ ഭഗവതി കൈതൊഴാം സർവരൂപിണി നമിക്കുന്നേൻ കൃപാമൂർത്തേ മൂലപ്രകൃതി രൂപിണി ഭവക്കടലിൽ നിന്നെ സദയം കരകയറ്റണേ ഗോലോകനാഥയാം രാധാദേവിയെ കൈതൊഴുന്നു ഞാൻ ബർഹാപീഠം നടവരവപുകർണയോഗർണികാരം ബിഭ്രദ്വാസകനകകപിശം വൈജയന്തിം ചമാനാം ചന്ദ്രാൻ വേണോരധരസുതയാ പൂരയൻ ഗോപവൃന്ദൈ വൃന്ദാരണ്യം സ്വപദരമണം ഗീതകീർത്തിം ഗോലോകനാഥനാം രാധാകൃഷ്ണനെ കൈതൊഴുന്നു ഞാൻ പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം കൃതിപായാമി ശ്രീ ഗുരുവായൂരപ്പ ശരണം. ആരോടുമുള്ളിൽ വകയേശിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ രാഗാദിയിൽ പെട്ടു അലഞ്ഞിടാതെ തിരേണമേ കൃഷ്ണമദീയ ജന്മം ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ കണ്ണാ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ആ കണ്ണന്റെ പിറന്നാളാണോ ഒന്ന് ഇന്ന് നമുക്ക് നന്നായിട്ടോ കണ്ണ കണ്ണന്റെ പിറന്നാളാണെന്ന് ഹരേ രാമ
ഹരേ രാമ. ഒരു മിനിറ്റ് മോനെ ഒരു മിനിറ്റ്. ബാ. ഹരേ കൃഷ്ണ കുറച്ച് മോൻ്റെ തലയിൽ വെച്ചിട്ട് തൊഴും. ഹരേ രാമ ഹരേ രാമ രാമ കുറേശ്ശെ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ നാരായണ. ഒരു സങ്കടം ഉണ്ടായിരുന്നു പണ്ടത്തെ, അത് തീർന്നില്ലേ അപ്പം? നാരായണ 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 നാരായണ. അത് ഒരു നല്ല ഹരേ